ഹലോ ഫ്രണ്ട്സ്, എല്ലാ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ലെക്ചറായത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എല്ലാം പഠിച്ചായിരുന്നു അല്ലേ? സൈൻ ഇൻവേഴ്സ് സെറ്റ്സും കോസ് ഇൻവേഴ്സ് സെറ്റ്സും അങ്ങനെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എല്ലാം പഠിച്ച ആ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ എന്ത് നമ്മൾ പഠിച്ചായിരുന്നു? ഡൊമൈൻ റേഞ്ചും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ NCERT-യിലെ 2.1 എന്ന് പറയുന്ന എക്സസൈസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2.1 എക്സസൈസിനകത്ത് അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല വർക്കൗട്ട് ചെയ്യുന്നത്, കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചിലപ്പം എക്സാമൊക്കെ ടഫ് ആവുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ കാര്യങ്ങളുണ്ടല്ലോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റേഞ്ചും ഡൊമൈനും വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. പിന്നെ ബേസിക് ആയിട്ട് നമ്മുടെ സൈൻ 30, സൈൻ 45, സൈൻ 90, സൈൻ 60 അങ്ങനത്തെ ഒക്കെയുള്ള വാല്യൂസ് ഉണ്ടല്ലോ, സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തുള്ള വാല്യൂസും കൂടെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാം, കാരണം +1 നമ്മൾ കുറേ കേട്ടാൽ കണ്ട വാല്യൂസ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2.1 എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, നമുക്കിവിടെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് അതിൻ്റെ എല്ലാം എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. എന്തുവായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂസ്? നമ്മൾ പഠിച്ചതല്ലേ, നമുക്കറിയാം. ഇതാ നോക്കിയേ, നമ്മുടെ സൈൻ ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ്റെ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടം വരായിരുന്നു? നമുക്കറിയാം y റേഞ്ച് എവിടെ തൊട്ട് എവിടം വരായിരുന്നു? -π/2 മുതൽ +π/2 വരെ നമ്മൾ പഠിച്ചായിരുന്നില്ലേ. അതേപോലെ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 മുതൽ +1 വരെ. ഓക്കെ, ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഈ -π/2നും +π/2നും ഇടയ്ക്കുള്ള y വാല്യൂസിനായിരുന്നു നമ്മൾ എന്താ വിളിച്ചത്? പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് വിളിച്ചത് അല്ലയോ. സൈൻ്റെ കേസിൽ -π/2നും +π/2നും ഇടയിലുള്ള ആ വാല്യൂസിനെ, y വാല്യൂസിനെ നമ്മൾ എന്താ വിളിച്ചത്? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിച്ചത്. സോ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ നോക്കിക്കോ. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈസിക്കൽ എന്തെന്ന് വിളിക്കുക? y എന്നങ്ങ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം സൈൻ y ഈസിക്കൽ എന്താ? -1/2. സൈൻ y ഈസിക്കൽ ടു -1/2. ഇനി സൈൻ്റെ ഏത് വാല്യൂവിന്, വൈക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് -1/2 കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി ആ ഇട്ട് കൊടുക്കുന്ന y വാല്യൂ എവിടെ ഇരിക്കണം? -π/2നും +π/2നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ എന്ത് വിളിക്കാൻ പറ്റൂ? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സൈൻ്റെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. സൈൻ y ഈസിക്കൽ ടു -1/2. നിങ്ങൾ ആദ്യം എന്ത് നോക്കുക? മാഗ്നിറ്റ്യൂഡ് നോക്കുക. എന്ത് നോക്കുക? മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ? 1/2 അല്ലേ മാഗ്നിറ്റ്യൂഡ് കിടക്കുന്നത്? 1/2. നമുക്കറിയാം സൈൻ എത്ര? 1/2. സൈൻ π/6 ആണെന്തോന്ന്? 1/2 എന്ന് പറയുന്നത്. സൈൻ π/6 ആണെന്തോന്ന്? 1/2 എന്ന് പറയുന്നത്. ഇനി ഈ സൈൻ ഇൻവേഴ്സിൻ്റെ കണക്കുകൾ വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഒറ്റ പ്രോപ്പർട്ടി ഉള്ളൂ. ഇതാ നോക്കിയേ, സൈൻ ഓഫ്, നിങ്ങൾ ട്രിഗണോമെട്രി പഠിക്കുന്ന പ്രോപ്പർട്ടി അത്. സൈൻ ഓഫ് -θ ഈസിക്കൽ എന്താ? -sin θ. ഈ പ്രോപ്പർട്ടി അറിയാമോ? അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ ഓഫ് -π/6 എന്താ? -sin π/6 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി സൈൻ ഓഫ് -π/6 ഈസിക്കൽ ടു എന്താ? sin π/6 എന്താ? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. sin π/6 എന്താ? 1/2. സോ ഇതെന്ത് വരും? -1/2. സോ π/6 ആണ് 1/2 വരുന്നെങ്കിൽ -1/2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? π/6 1/2 കിട്ടണമെങ്കിൽ -1/2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? -π/6 എടുത്താൽ മതി. അപ്പം എനിക്ക് മനസ്സിലായി വൈയുടെ വാല്യൂ എന്താ? -π/6. നിങ്ങൾ നോക്കിയാൽ -π/6 എവിടെ വരും? -π/6 ദാണ്ട് ഇവിടെ വരും. ക്ലോക്ക് വൈസിൽ π/6 അളന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്തോന്ന്? -π/6 എന്ന് വിളിക്കുന്നത് ഇല്ലയോ. ക്ലോക്ക് വൈസിൽ π/6 അളന്നാൽ നമ്മൾ എന്ത് വിളിക്കും? -π/6. നോക്കി, ഈ -π/6 എന്ന് പറഞ്ഞാൽ -π/2നും +π/2നും ഇടയിലുള്ള ഒരു ആംഗിൾ അല്ലയോ? ആണ്. സോ ഈ -π/6 എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ആണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഏത് കണക്ക് വന്നാലും സിമ്പിളി ചെയ്യാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് നോക്കി നമുക്കറിയാം സൈൻ π/6നാണ് 1/2 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ π/6ന് എന്ത് കൊടുത്താൽ മതി? -π/6 കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും? -1/2 കിട്ടും. ഓക്കെ, സോ y ഈസിക്കൽ ടു എന്തെന്ന് കിട്ടി? -π/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി ദാണ്ട് ഇങ്ങനെയും കൂടെ എഴുതുക. y എലമെൻറ്റ് ഓഫ്
-π/2 ടു +π/2 അല്ലയോ? ഈ -π/6 എന്ന് പറയുന്നത് എവിടെ? -π/2നും +π/2നും ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ എന്തായി? ആൻസറായി. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? ഈസി കണ്ടുപിടിക്കാൻ. ഇനി ഞാൻ അങ്ങനെ ആണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ദാണ്ട ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ പറയാൻ പറ്റും. ഇതാ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് -√3/2. ക്വസ്റ്റ്യനാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് -√3/2. അപ്പോൾ സൈൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്തുവാ? മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ? √3/2. √3/2 കിട്ടുന്ന ആംഗിൾ എന്തുവാ? π/3. √3/2 കിട്ടുന്ന ആംഗിൾ എന്താ? π/3. ഇനി നമുക്ക് കിട്ടേണ്ട എന്തുവാ? -√3/2. സോ എന്തായിരിക്കും ആൻസർ? -π/3. ഈസി അല്ലയോ? ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ദാണ്ട് ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. നിങ്ങൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു MCQ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ദാണ്ടെ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഈസി അല്ലയോ ചെയ്യാൻ? ഈസിയായി ചെയ്യാൻ. ഓക്കെ. അപ്പം സൈൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലേ? ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിനകത്തൊരു നെഗറ്റീവും കൂടി ഇട്ട് കൊടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് വെക്കുക, മാഗ്നിറ്റ്യൂഡ് വെച്ച് ആംഗിൾ കണ്ടുപിടിക്കുക, ആ ആംഗിളിന് ഒരു നെഗറ്റീവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണോ? ഓക്കെ. സോ നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. y = എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. നമുക്ക് തന്നേക്കുന്നത് ഇങ്ങനെ. ഓക്കെ, y = കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. അല്ലെങ്കിൽ നമുക്ക് എഴുതാം കോസ് y = എന്തെന്ന് എഴുതാം? √3/2. ഇനി ഇതാ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, കോസിൻ്റെ ഏത് വാല്യൂവിനാണ് √3/2 കിട്ടുന്നത്? നമുക്കറിയാം π/6 അല്ലയോ? സോ y = എന്താ? π/6. y = എന്താ? π/6. ഇനി നോക്കുക, π/6 എവിടെയുള്ള ആംഗിളാ? π/6 നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ആംഗിൾ, ഇവിടെ കിടക്കുന്ന ആംഗിൾ അല്ലയോ? π/6. നമ്മുടെ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്തായിരുന്നു? കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ എന്തായിരുന്നു? -1 to +1 അല്ലയോ? അതേപോലെ റേഞ്ച് എന്തായിരുന്നു? റേഞ്ച് സൈൻ്റെ റേഞ്ച് നമുക്കറിയാം -π/2 to +π/2. കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്തായിരുന്നു? കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് 0 to π. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾ എവിടെ കിടക്കുക? 0യ്ക്കും πയ്ക്കും ഇടയിലുള്ള ആംഗിൾ അല്ലയോ? ആണ്. സോ അതിൻ്റെ എന്താ? പ്രിൻസിപ്പൽ വാല്യൂ തന്നെ നമുക്ക് കിട്ടിയത്. നമ്മളിനി വേറെ അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. π/6 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ തന്നെയാണ്. ഓക്കെ ആണല്ലേ? ഓക്കെ. സോ അതാണ്ട് ഈ ഒരു 3 സ്റ്റെപ്പിൽ എന്ത് ചെയ്ത് ആൻസർ കഴിഞ്ഞ് നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2. ഓക്കെ, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2. ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം ഈസി ആയിട്ട്. കൊസീക്കിൻ്റെ വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് കാണാറുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചായിരുന്നോ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x = എന്താ? കൊസീക്ക്. സൈൻ്റെ റെസിപ്രോക്കൽ എന്താ? കൊസീക്ക്. അങ്ങനെ ആണെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ്, തിരിച്ചു പറഞ്ഞാലും ശരിയാണ്, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/x = എന്തെന്ന് പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് x എന്ന് വിളിക്കാം. ഓക്കെ, ഇത് രണ്ടും ശരി തന്നെയാണ്. ഇവിടെ നമുക്ക് താണ്ട ഉപയോഗിക്കാം കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 = എന്തെന്ന് എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ്, ഒന്നുമില്ല ഇവിടെ 2 കിടക്കുന്നെങ്കിൽ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എഴുതുക. റെസിപ്രോക്കൽ എത്ര? 1/2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? y = സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 നമുക്ക് കണ്ടുപിടിക്കണം. ഈസിയാ. സൈൻ y = എന്തെന്ന് എഴുതാം? 1/2 എന്ന് എഴുതാം. വൈയുടെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? നമ്മൾ തൊട്ട് മുന്നേ കണ്ടതല്ലയോ? π/6. സോ y = എന്തെന്ന് കിട്ടി? π/6 എന്ന് കിട്ടി. സൈൻ 30 അല്ലേ 1/2 കിട്ടുന്നത്. സോ y = എന്ത് കിട്ടി? π/6 എന്ന് കിട്ടി. π/6 എവിടെ? -π/2നും +π/2നും ഇടയിൽ കിടക്കുന്ന ആംഗിളാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഓക്കെ, സോ y = π/6 ആയിരിക്കും എന്തോന്ന്? ഇതിൻ്റെ ആൻസർ. അപ്പോൾ കൊസീക്കിൻ്റെ ആ വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യല്ലോ. സൈൻ ഇൻവേഴ്സ് 1/x = കൊസീക്ക് ഇൻവേഴ്സ് x, അല്ലെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് 1/x = സൈൻ ഇൻവേഴ്സ് x എന്ന് വിളിക്കാം. അതുപോലെ വേറെ കുറച്ച് ആൾക്കാരെ പഠിച്ചായിരുന്നില്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്താ? സീക്ക് ഇൻവേഴ്സ് x എന്ന് വിളിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x നമുക്ക് എന്ത് വിളിക്കാം? കോട്ട് ഇൻവേഴ്സ് x എന്ന് വിളിക്കാം. ഓക്കെ നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടാൻ ഇൻവേഴ്സ് ഓഫ് -√3 അല്ലയോ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇതാണ്ട് ഇങ്ങനെ എഴുതുമല്ലയോ? y = എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് -√3. അല്ലെങ്കിൽ എനിക്ക് പറയാം ടാൻ y = എന്തെന്ന് പറയാം? -√3. ഓക്കെ, നോക്കിയോ, ടാൻ്റെ ഏത് വാല്യൂ, വൈയുടെ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് -√3 കിട്ടുന്നത്? നമുക്കിത് ചെയ്യാൻ നമ്മൾ സൈൻ്റെ ചെയ്തില്ലയോ? സൈൻ്റെ ചെയ്ത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ടാൻഡും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് നോക്കും. നമുക്കറിയാം ടാൻ ഓഫ് അതാണ്ടേ π/3 ആണ് എന്ത്? √3 എന്ന് പറയുന്നത്. ടാൻ π/3 ആണെന്തോന്ന്? √3 എന്ന് പറയുന്നത് അല്ലയോ? ടാൻ π/3 ആണെന്തോന്ന്? √3 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം.
സൈൻ പൈ ബൈ 3 ബൈ കോസ് പൈ ബൈ 3. അപ്പോൾ √3/2 ഡിവൈഡഡ് ബൈ 1/2 വരും. ആ ഡിനോമിനേറ്ററിലെ 2 ും കട്ട് ചെയ്ത് പോവും. √3 എന്ന് ആൻസർ വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്ന വാല്യൂസ് ഇതൊക്കെ +1 കാണാതെ ഒരുപാട് തവണ പഠിച്ച് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതാ, സോൾവ് ചെയ്തിട്ടുള്ള ഈ വാല്യൂസ് ഒക്കെ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, നമുക്ക് എന്ത് ചെയ്യണം, ഈ ജനറൽ ആയിട്ടുള്ള സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഇങ്ങനത്തുള്ള വാല്യൂസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. സീക്കും കൊസീക്കും കോട്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എനിക്ക് എങ്ങനെ എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എനിക്ക് എങ്ങനെ എഴുതാം, സീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് എഴുതി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും വാല്യൂസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സോ ടാൻ പൈ ബൈ 3 = എന്താണെന്ന് പറയാം, √3 എന്ന് നമുക്കറിയാം. ടാൻ പൈ ബൈ 3 = √3. ഇനി ടാൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ +1 പഠിച്ചതാ, ടാൻ ഓഫ് നമ്മുടെ സൈൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെ. ടാൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ടാൻ തീറ്റ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ടാൻ ഓഫ് -π/3 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ടാൻ π/3. മൈനസ് ടാൻ π/3 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ π/3 എന്ന് പറഞ്ഞാൽ -√3. ഓക്കെ, സോ ടാൻ ഓഫ് -π/3 ആണ് നമുക്ക് എന്ത് കിട്ടിയത്, -√3 കിട്ടിയത്. അതായത് വൈയുടെ വാല്യൂ എന്താ ഇവിടെ, വൈയുടെ വാല്യൂ -π/3. ഓക്കെ ഇല്ലയോ? ഓക്കെ, സോ y = എന്ത് കിട്ടി, -π/3. ഇനി നോക്കുക, -π/3 എവിടെ ഉള്ള ആളാ, -π/3 ആണ്ട 4th ക്വാഡ്രന്റിൽ കിടക്കും അല്ലയോ. π/3 ക്ലോക്ക് വൈസിൽ അളന്നാൽ നമ്മൾ അതിനെ വിളിക്കും -π/3 എന്ന്. ഓക്കെ, സോ -π/3 എന്ന് പറഞ്ഞാൽ -π/2 നും +π/2 നും ഇടയിലുള്ള ആംഗിളാ. സോ അത് നമ്മുടെ എന്താണ്, പ്രിൻസിപ്പിൾ വാല്യൂ. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ റേഞ്ച് എന്തായിരുന്നു, റേഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 വരെ. -π/2 +π/2 നമ്മൾ എങ്ങനെ ഇടും, ഓപ്പൺ ബ്രാക്കറ്റ്. സൈൻ്റെ കേസ് ആണെങ്കിൽ അത് രണ്ടും ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരുന്നു. ഇവിടെ എന്താ, ഓപ്പൺ ബ്രാക്കറ്റ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, -π/2 +π/2 ഇടാൻ പറ്റുമോ, ടാനിന് 90 -90 ഇടാൻ പറ്റുമോ, ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആ വാല്യൂസിൽ. സോ ഈ -π/2 +π/2 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റാത്ത വാല്യൂസാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ, y = cos ഇൻവേഴ്സ് ഓഫ് -1/2. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വിളിക്കാം cos y = എന്താ, -1/2. cos y = -1/2. ഇവിടെ ഏതാണ്ട് നിങ്ങൾ നോക്കുക, കോസിൻ്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്, ആദ്യം മാഗ്നിറ്റ്യൂഡ് നോക്കുക. കോസിൻ്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്, നമുക്കറിയാം cos 60 അല്ലേ, cos 60 അല്ലെങ്കിൽ cos π/3. cos π/3 എന്ത് കിട്ടുന്നത്, നമുക്ക് 1/2 കിട്ടുന്നത്. ഓക്കെ, ഇനി കോസ് ഓഫ് 180 - θ എന്താ, കോസ് ഓഫ് π - θ അല്ലെങ്കിൽ കോസ് 180 - θ എന്താ, -cos θ. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലയോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് 180 - θ = എന്താ, -cos θ. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ട് സൈൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു, സൈൻ ഓഫ് -θ = -sin θ. ടാൻ ഓഫ് -θ = -tan θ. കോസ് ഓഫ് -θ എന്താ, കോസ് ഓഫ് -θ = എന്ത് തന്നെയാണ്, കോസ് തീറ്റ തന്നെ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള, +1 പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക. സൈൻ ഓഫ് -θ -sin θ, ടാൻ ഓഫ് -θ -tan θ, കോസ് ഓഫ് -θ കോസ് തീറ്റ തന്നെ. അപ്പോൾ കോസിൻ്റെ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, കോസ് ഓഫ് 180 - θ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -cos θ കിട്ടും. ഇത് നമ്മൾ പ്രോപ്പർട്ടി +1 പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചേക്കുക. കോസ് ഓഫ് 180 - θ എന്ത് തന്നെയാണ്, -cos θ. ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ, ഇതാ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം കോസ് ഓഫ് π - θ ആണെന്ന് തോന്നുന്നു -cos θ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം കോസ് ഓഫ് π - π/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -cos π/3 ആയിരിക്കും. ഓക്കെ, കോസ് ഓഫ് π - π/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -cos π/3 ആയിരിക്കും. അല്ലെങ്കിൽ കോസ് ഓഫ് π - π/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, -cos π/3 എത്ര, cos π/3 1/2, അല്ലെങ്കിൽ അതെന്തായിരിക്കും, -1/2. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി -1/2 വാല്യൂ വരണമെങ്കിൽ ഈ y എന്തായിരുന്നു, y എന്ന് പറയുന്നത് π - π/3 അല്ലയോ. സോ y = എന്താ, π - π/3. ഓക്കെ, ജസ്റ്റ് ഇതാണ്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. -1/2 ആണല്ലോ വന്നത്, മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്താ, 1/2. 1/2 വരണമെങ്കിൽ ആരാ വരേണ്ടത്, π/3. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, ഇത് π/3 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും, π - π/3 ആയിരിക്കും. ഓക്കെ,
അപ്പം മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡ് കിട്ടാനുള്ള വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പൈ മൈനസ് പൈ ബൈ 3 ചെയ്താൽ മതി, പൈ മൈനസ് പൈ ബൈ 3 ചെയ്താൽ മതി. ഇനി നമ്മുടെ സൈൻ്റെയും ടാൻ്റെയും കേസിലായിരുന്നെങ്കിലോ ഈ സാധനം കണ്ടുപിടിച്ചിട്ട് അതിനെന്ത് കൊടുത്താൽ മതി, അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ കോസിൻ്റെ കേസിലാവുമ്പോഴോ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ കേസിലാവുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം, പൈ മൈനസ് ആ വാല്യൂ കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ എന്ത് വരും, പൈ മൈനസ് പൈ ബൈ 3. പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര, 3 പൈ മൈനസ് പൈ എത്ര, 2 പൈ ഡിവൈഡഡ് ബൈ 3. ഈസി അല്ലയോ, ഈസിയാ. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് നിങ്ങൾ ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഞാൻ എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങളിത് ആണ്ട ഓർത്ത് വെച്ചേക്കുക, ഇതിൻ്റെ റിയൽ റീസൺ ബിഹൈൻഡ് ദിസ്. ഓക്കെ, നോക്കിക്കോ. നമുക്കറിയാം നമുക്കിവിടെ 1/2 മാഗ്നിറ്റ്യൂഡ് വരണം. 1/2 മാഗ്നിറ്റ്യൂഡ് വരണം. 1/2 മാഗ്നിറ്റ്യൂഡ് വരണമെങ്കിൽ എന്തായിരിക്കണം ആംഗിൾ, പൈ ബൈ 3 ആയിരിക്കണം ആംഗിൾ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് എത്ര നിന്ന്, പൈ ബൈ 3. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര, 60 ഡിഗ്രി. സോ ഇവിടെ 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം, തേർഡ് ക്വാഡ്രൻറ്റിലും 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം, ഫോർത്ത് ക്വാഡ്രൻറ്റിലും 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടായിക്കൂടെ, ഉണ്ടാക്കാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ കോസ് എടുത്താൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടും, 1/2 കിട്ടും. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ കോസ് എടുത്താലും ആംഗിൾ എന്ത് കിട്ടും, കോസിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1/2 കിട്ടും. പക്ഷെ അവിടെ കിട്ടുന്ന 1/2 എന്തൊരു 1/2 ആയിരിക്കും, നെഗറ്റീവ് 1/2 ആയിരിക്കും. ആയിരിക്കത്തില്ലയോ? കാരണം എന്താ, ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്, ഇവിടെ സൈൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ കോസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മുടെ ഈ ക്വാഡ്രൻ്റ് എടുത്ത് നോക്കുക. ഈ ക്വാഡ്രൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ട്രയാങ്കിൾ എടുത്ത് അതിൻ്റെ കോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/2 തന്നെയാണ്. ഇനി ഇവിടെ ടാൻ ആണ് പോസിറ്റീവ്, സോ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാവരും പോസിറ്റീവ്, ഇവിടെ സൈൻ, ഇവിടെ ടാൻ, ഇവിടെ കോസ്. പക്ഷേ ഇതാണ്ട് ഈ ട്രയാങ്കിൾ എടുത്ത് കൺസിഡർ ചെയ്ത് നമ്മൾ കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, +1/2 ആയിരിക്കും. അപ്പോൾ കോസിന് ശരിക്കും +1/2 കിട്ടുന്ന എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് കിട്ടുന്ന എവിടെയൊക്കെയാണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലും. ബാക്കി രണ്ടിടത്തും എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോസിൻ്റെ വാല്യൂ -1/2 വരുന്നുണ്ട്, മൈനസ് വാല്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എടുത്തത് ഏത് വാല്യൂവാ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള വാല്യൂ എടുത്തത്. കാരണം എന്താ, നമുക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് 0 to π വരെയാണ്. കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ, 0 to π വരെ. അതായത് ഫസ്റ്റ് രണ്ട് ക്വാഡ്രൻറ്റിലുള്ള ആംഗിൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നെഗറ്റീവ് വാല്യൂസ് വരുന്നത് ഇവിടെ കുറേ വാല്യൂസ് ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ തേർഡ് ക്വാഡ്രൻറ്റിൽ കുറേ വാല്യൂസ് ഉണ്ട്, അതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. കാരണം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ കിടക്കുന്നത് അവിടെ ഈ റേഞ്ചിനകത്താണ്, 0 മുതൽ π വരെ. അപ്പോൾ അതിനകത്തുള്ള ആംഗിളേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, അതുകൊണ്ട് ഇത്ര ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ആംഗിൾ എപ്പോഴും അളക്കുന്നത് ഇവിടുന്ന പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന്. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ വരെയുള്ള ആംഗിൾ എത്ര ആയിരിക്കും, ഞാനത് വേറൊരു കളറിൽ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ആംഗിളാണ് നമ്മൾ അളക്കുന്നത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഇത് ഇത്രയും എത്ര, പൈയിൽ നിന്ന് എത്ര കുറഞ്ഞു, π/3 കുറഞ്ഞു. സോ π - π/3 എന്ന് പറയുന്ന ആ ആംഗിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ഇത്ര ആലോചിക്കുക, മാഗ്നിറ്റ്യൂഡ് നോക്കുക, ഏതാണെന്ന് നോക്കുക, അതിനെ എന്ത് ചെയ്യുക, y = π - π/3 എന്നാക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നെഗറ്റീവ് കൊടുക്കുക. ആംഗിൾ മാഗ്നിറ്റ്യൂഡ് നോക്കി ആംഗിൾ കണ്ടുപിടിക്കുക, ആ ആംഗിളിന് എന്ത് കൊടുക്കുക, നെഗറ്റീവ് കൊടുക്കുക. സൈൻ ആണെങ്കിലും അങ്ങനെ തന്നെ, ടാൻ ഇൻവേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ കോസ് ഇൻവേഴ്സ് ആണെങ്കിലോ മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡ് നോക്കി ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ y കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക, π - π/3 ചെയ്യുക. ഓക്കെ, π മൈനസ് ആംഗിൾ ചെയ്യുക. ഈസി അല്ലയോ, ഈസിയാണ്. ഓക്കെ, നോക്കാം. അങ്ങനെ ആണെങ്കിൽ ഇതാണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതാണ്ട് ഇവിടെ തന്നെ പറയാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ. കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2. ഓക്കെ, ജസ്റ്റ് നോക്കുക, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്തുവാ, √3/2. മാഗ്നിറ്റ്യൂഡ് എന്തുവാ, √3/2. ഓക്കെ, ഇത് വേറെ കണക്കാന്നേ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്തുവാ, √3/2. √3/2 കിട്ടുന്നത് എവിടെ, π/6 അല്ലയോ, π/6. നമുക്ക് ആൻസർ വരണമെങ്കിൽ എന്ത് ചെയ്യണം, π - π/6 ചെയ്യണം. π - π/6 എത്ര, 5π/6.
ഓക്കെ ഓക്കെ, ഈസി അല്ലയോ? ഈസിയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ ഇത് നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു MCQ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഇരുന്ന് ആൻസർ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റെപ്പ് എഴുതും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 നോക്കിക്കൊണ്ട് ആൻസർ പറ. ഇതാ നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് നോക്കുക. 1 മാഗ്നിറ്റ്യൂഡ് 1 കിട്ടുന്ന എവിടെ? π/4. മാഗ്നിറ്റ്യൂഡ് 1 കിട്ടുന്ന എവിടെ? π/4 അല്ലയോ? ടാൻ π/4 ആണ് എന്തോ കിട്ടുന്നത്? 1 കിട്ടുന്നത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π/4 ആയിരിക്കും. പക്ഷേ ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ല, ടാൻ ഇൻവേഴ്സ് ഓഫ് -1. സോ -1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? -π/4 ആയിരിക്കും അല്ലേ? അതായത് ടാൻ ഓഫ് -π/4 ആയിരിക്കും എന്തോന്ന്? -1. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ടാൻ ഓഫ് -θ ഈസ് ഈക്വൽ ടു -tan θ അല്ലയോ? ടാൻ ഓഫ് -π/4 ഈസ് ഈക്വൽ ടു -tan π/4. ടാൻ π/4 എത്ര? 1. സോ -tan π/4 -1 കിട്ടും. ഈസി അല്ലയോ? ഈസിയാണ്. സ്റ്റെപ്പ് വല്ലതും എഴുതണോ? സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്യാം? കണ്ടുകൊണ്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, സ്റ്റെപ്പ് എഴുതണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഫോളോ ചെയ്ത് വന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് എഴുതി പോകുക അല്ലയോ? എങ്ങനെയാ? y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് -1 അല്ലെങ്കിൽ ടാൻ y ഈസ് ഈക്വൽ ടു -1. സോ y ഈസ് ഈക്വൽ ടു -π/4. ഓക്കെ ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താണ്ട ഈ സ്റ്റെപ്പും യൂസ് ചെയ്യാം. എങ്ങനെയാ? ടാൻ ഓഫ് -π/4 ഈസ് ഈക്വൽ ടു -tan π/4 നമ്മുടെ പ്രോപ്പർട്ടി അല്ലയോ? അല്ലെങ്കിൽ ടാൻ ഓഫ് -π/4 ഈസ് ഈക്വൽ ടു -1. ഈസി അല്ലയോ? ഈസിയാണ്. നോക്കി. അങ്ങനെ ഏതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3. ഓക്കെ, സീക്ക് അറിയത്തില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്കറിയാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ഈസ് ഈക്വൽ ടു എന്താ? സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. നമ്മളിങ്ങനെ എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതായത് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എനിക്ക് എങ്ങനെ എഴുതാം? സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എനിക്ക് എങ്ങനെ എഴുതാം? സീക്ക് 1/cos ആണല്ലോ സീക്ക്. ഇപ്പോൾ റെസിപ്രോക്കൽ ആരാ? കോസ്. ഇതിനെ എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് അതിൻ്റെ 2/√3 ആണെങ്കിൽ അതിൻ്റെ നേരെ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. എന്ത് ചെയ്യാം? √3/2 എന്ന് എഴുതാം അല്ലയോ? ഇവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഈസി അല്ലയോ? ഈസിയാണ്. സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് എഴുതാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 അല്ലെങ്കിൽ നമുക്ക് പറയാം കോസ് y ഈസ് ഈക്വൽ ടു √3/2. കോസിൻ്റെ ഏത് വാല്യൂവിനാണ് √3/2 കിട്ടുന്നത്? നമുക്കറിയാം കോസ് 30 അല്ലയോ? കോസ് 30 എന്ന് പറഞ്ഞാൽ എത്ര? π/6. സോ y ഈസ് ഈക്വൽ ടു എന്ത് വരും? π/6. ഓക്കെ, π/6 എവിടെ ഉള്ളതാളാ? π/6 നമ്മുടെ എവിടെ ഉള്ള ആളാ? 0ക്കും π-ക്കും ഇടയിലുള്ള ആളാ അല്ലയോ? സോ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 അല്ലയോ? y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് √3. നമുക്കറിയാം കോട്ടിൻ്റെ വാല്യൂസ് ഒന്നും അറിയണമെങ്കിലും പേടിക്കേണ്ട. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ √3 ആണെങ്കിൽ എന്ത് എഴുതണം? അതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് എഴുതണം അല്ലയോ? കോട്ടിൻ്റെ ഇൻവേഴ്സ് ആണ് ടാൻ. 1/കോട്ട് ആണല്ലോ ടാൻ. ഓക്കെ, അപ്പോൾ കോട്ടിൻ്റെ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ആക്കണം. ഈ √3യുടെ ഇൻവേഴ്സ് 1/√3 ആക്കണം. ഓക്കെ, ശരിക്കും കോട്ടിൻ്റെ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ഒന്നും അല്ല കേട്ടോ. 1/കോട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് അല്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോട്ടിൻ്റെ ഇൻവേഴ്സ് കോട്ട് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് ടാൻ ഫംഗ്ഷൻ. സോ കോട്ട് ഇൻവേഴ്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എന്നാക്കി എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അകത്ത് കിടക്കുന്നതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. √3യുടെ റെസിപ്രോക്കൽ എന്താ? 1/√3 ഇല്ലേ? നമ്മൾ നേരത്തെ എല്ലാം എഴുതിയത് അങ്ങനെ തന്നെയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ആയിരുന്നെങ്കിലോ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/x നമുക്ക് എങ്ങനെ എഴുതാം? കോസിൻ്റെ 1/cos എന്താ? സീക്ക്. സോ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? സീക്ക് ഇൻവേഴ്സ് ഓഫ് ഇവിടെ 1/x ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ സിംപ്ലി എക്സ്. ഇവിടെ ഇനി എക്സ് ആയിരുന്നെങ്കിലോ? ഇവിടെ വെറുതെ എക്സ് ആയിരുന്നെങ്കിലോ? ഇവിടെ വെറുതെ എക്സ് ആണെങ്കിൽ ഇവിടെ 1/x വരും. ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ 1/x. ഓക്കെ, അപ്പോൾ തിരിച്ച് മറിച്ച് എഴുതാം. നമ്മൾ കണ്ടതാ. ഓക്കെ. സോ നമുക്ക് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ടാൻ y ഈസ് ഈക്വൽ ടു 1/√3. കാണുമ്പോൾ തന്നെ അറിയാം വൈയുടെ ഏത് വാല്യൂനാ? y ഈസ് ഈക്വൽ ടു π/6. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ കാണാൻ പഠിക്കണം കേട്ടോ. y ഈസ് ഈക്വൽ ടു π/6. ഓക്കെ, ഈ π/6 എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെ വരുന്നതാ?
എവിടെ വരുന്നതാണ് ടാനിൻ്റെ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരാം -π/2 to +π/2 ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to +π/2 അതിനിടയ്ക്ക് വരുന്ന വാല്യൂ ആണ് +π/6 കുഴപ്പമൊന്നുമില്ല. ഓക്കെ നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2. ഓക്കെ നമുക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ചുമ്മാ എന്ന് പറഞ്ഞു. ഓക്കെ മാഗ്നിറ്റ്യൂഡ് നോക്കുക 1/√2 മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ 1/√2 മാഗ്നിറ്റ്യൂഡ് 1/√2 ആണെങ്കിൽ y ആംഗിൾ എന്തായിരിക്കും വരുന്നത് ഇതാ നോക്കിയേ 1/√2 വരണം മാഗ്നിറ്റ്യൂഡ് 1/√2 വരണമെങ്കിൽ ആംഗിൾ എത്ര π/4 പക്ഷേ വൈയുടെ വാല്യൂ കിട്ടണമെങ്കിലോ ഇത് കോസ് ഇൻവേഴ്സ് അല്ലേ കോസ് ഇൻവേഴ്സ് സോ നമ്മൾ ആംഗിൾ എങ്ങനെ എഴുതും π - π/4 ആദ്യം മാഗ്നിറ്റ്യൂഡ് നോക്കുക മാഗ്നിറ്റ്യൂഡ് എത്ര 1/√2 മാഗ്നിറ്റ്യൂഡ് കിട്ടാനുള്ള ആംഗിൾ ഏതാ π/4 ഓക്കെ π/4 പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ റേഞ്ച് കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും π - π/4 ചെയ്യും. ഓക്കെ π - π/4 ചെയ്യുമ്പോൾ എത്ര 4π - π 3π/4 ആൻസർ എന്ത് കിട്ടും 3π/4 ഈസി അല്ലയോ ഈസിയാ. ഓക്കെ നോക്കിക്കോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊസീക് ഇൻവേഴ്സ് ഓഫ് -√2 ഇല്ലയോ കൊസീക് ഇൻവേഴ്സ് ഓഫ് -√2 അതിന് എനിക്ക് എങ്ങനെ എഴുതാം കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2നെ കൊസീക്ക് 1/sin ആണെന്ന് തോന്നുന്നു കൊസീക്ക് ആയിട്ട് വരുന്നത് സോ അതിനെ എങ്ങനെ എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ -√2 ആണെങ്കിൽ എനിക്ക് -1/√2 എഴുതാം. ഓക്കെ സോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരുന്ന സാധനം ഏതാ y = സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2. ഓക്കെ ഇനി സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക ഇനി ബാക്കി സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഡയറക്റ്റ് ഒന്ന് ആൻസർ നോക്കാം. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക എത്ര y = എത്ര വരും മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക എത്ര π/4 അല്ലയോ സൈൻ π/4 ആണ് എന്തോന്ന് 1/√2 വരുന്നത് ഇവിടെ വന്നേക്കുന്നത് എന്താ -1/√2 സോ y = എന്തായിരിക്കും -π/4 ആയിരിക്കും. ഓക്കെ സോ നെഗറ്റീവാ വരുന്നെങ്കിൽ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി കോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടുള്ള ആംഗിൾ കണ്ടുപിടിച്ചിട്ട് പൈയിൽ നിന്ന് അതിനെ കുറയ്ക്കേണ്ടി വരും π - അങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ താഴെ തന്നേക്കുന്നതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് ടാൻ ഇൻവേഴ്സ് 1 + കോസ് ഇൻവേഴ്സ് -1/2 + സൈൻ ഇൻവേഴ്സ് -1/2 ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം ടാൻ ഇൻവേഴ്സ് 1 ഓക്കെ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം 1 കിട്ടണമെങ്കിൽ ടാനിൻ്റെ വാല്യൂ എന്തായിരിക്കും π/4 ആയിരിക്കും അല്ലയോ ടാൻ π/4 ആണ് എന്ത് കിട്ടുന്നത് 1 കിട്ടുന്നത് സോ 1 കിട്ടണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും π/4 പ്ലസ് അടുത്ത എന്താ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 കോസിൻ്റെ ഏത് വാല്യൂ മാഗ്നിറ്റ്യൂഡ് ആദ്യം നോക്കാം മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് എന്താ 1/2 കിട്ടുന്ന എത്ര കോസ് 60 അല്ലയോ അല്ലെങ്കിൽ കോസ് π/3 ഇവിടെ പക്ഷേ -1/2 കിട്ടുന്നത് സോ π - π/3 എന്ന് എഴുതേണ്ടി വരും π - π/3 1/2 അല്ലല്ലോ മാഗ്നിറ്റ്യൂഡ് നോക്കിയപ്പോൾ π/3 ശരിയാ പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും -1/2 കിട്ടേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്യണം π - π/3 എന്ന് എഴുതണം കോസ് ആയതുകൊണ്ട് π - π/3 എന്ന് എഴുതണം. ഓക്കെ സോ അവിടെ ആംഗിൾ എത്ര π - π/3. ഓക്കെ അടുത്തത് പ്ലസ് സൈൻ്റെ 1/2 കിട്ടുന്ന വാല്യൂ ഏതാ π/6 അല്ലയോ ഇവിടെ -1/2 കിട്ടുന്നത് അതായിരിക്കും -π/6. ഓക്കെ ഇല്ലയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിച്ചതാണ് പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും. ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് π - π/3 - π/6 വിച്ച് ഈസ് ഈക്വൽ ടു നോക്കി ഏതാണ്ട് ഇതെല്ലാം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും π/4 പ്ലസ് π - π/3 ഇതെന്ത് ചെയ്യാം 3π/3 എത്ര 2π/3 സോ π/4 പ്ലസ് 2π/3 - π/6 ഒന്നുകൂടെ ചെയ്യാം π/4 പ്ലസ് 2π/3 - π/6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4π - π 3π/6 ഓക്കെ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പം π/2 എന്ന് വരും സോ π/4 പ്ലസ് π/2 എന്ത് ചെയ്യാം നമുക്ക് 3π/4 ഓക്കെ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3π/4 ആൻസർ കിട്ടും. ഈസി അല്ലയോ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണോ നിങ്ങൾ തനിയെ എന്ത് ചെയ്യുക ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ സോൾവ് ചെയ്യാനൊക്കെ ഈസിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ LCM എടുത്തൊക്കെ സോൾവ് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ നോക്കാം അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഓക്കെ എങ്ങനെ ചെയ്യാം കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കാണുമ്പോൾ തന്നെ അറിയാം കോസ് ഇൻവേഴ്സ് 1/2 എന്താ കോസ് 60 ആണ് നമുക്ക് 1/2 കിട്ടുന്നത് ഇല്ലയോ അല്ലെങ്കിൽ കോസ്
π/3 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് 1/2 കിട്ടുന്നത്. സോ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു π/3 നമുക്കറിയാം അല്ലയോ. സോ ഫസ്റ്റ് സാധനം π/3 ആണ് പ്ലസ് 2 ഇൻറ്റു സൈൻ്റെ ഏത് വാല്യൂവിനാ 1/2 കിട്ടുന്നത് സൈൻ 30 അല്ലയോ സൈൻ 30 അല്ലെങ്കിൽ π/6 വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും ഇത് കട്ട് ചെയ്യാം π/3 പ്ലസ് π/3 എത്ര 2π/3. ഓക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അങ്ങനെ ഏതാ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ദെൻ ഓക്കെ വൈയുടെ റേഞ്ച് ആണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈയുടെ വാല്യൂ ഏതൊക്കെ ആവാമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ അതായത് റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. വൈയുടെ വാല്യൂ എന്തൊക്കെ ആകാം നമുക്കറിയാം. വൈ ഈസ് ഈക്വൽ ടു എന്താ വൈ എലമെന്റ് ഓഫ് എന്താ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ വൈ എലമെന്റ് ഓഫ് -π/2 മുതൽ +π/2 വരെ അല്ലേ. അതായത് -π/2നും +π/2നും ഇടയിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ -π/2 ആകാം അല്ലെങ്കിൽ +π/2 ആകാം. ഇത്രയും വാല്യൂസ് ആണ് വൈക്ക് എന്ത് ചെയ്യാൻ സാധ്യത വരാൻ സാധ്യതയുള്ളത്. ഓക്കെ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം. വൈ എന്തായിരിക്കും -π/2നേക്കാൾ വലുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആകാം അല്ലെങ്കിൽ π/2നേക്കാൾ ചെറുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആകാം. ബി ആയിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലയോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് √3 tan ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. ഓക്കെ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുവാന്നേ. tan ഇൻവേഴ്സ് √3 മൈനസ് സീക്കിനെ ഞാനൊന്ന് മാറ്റി എഴുതുക. സീക്കിനെ ഞാൻ എന്താ 1/cos എന്ന് എഴുതാൻ പോവുക. സീക്കിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക 1/cos എന്ന് എഴുതാൻ പോവുക. അല്ല സോറി കോസ് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പോവുക. അങ്ങനെ കോസ് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ എഴുതിയാലോ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്നാക്കാം അല്ലയോ. tan ഇൻവേഴ്സ് √3 എത്ര tan ഇൻവേഴ്സ് √3 π/6 അല്ലേ π/6 സോറി π/3 tan π/3 സോ π/3 കിട്ടും മൈനസ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 1/2 മാഗ്നിറ്റ്യൂഡ് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു വാല്യൂ 1/2 മാഗ്നിറ്റ്യൂഡ് പറഞ്ഞെങ്കിൽ π/3 ആയിരുന്നു വാല്യൂ അല്ലയോ. പക്ഷെ നമുക്കിവിടെ -1/2 അല്ലേ വന്നേക്കുന്നത്. സോ -1/2 ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും π - π/3 എന്ന് വിളിക്കും. സോ ഇത് ശരിക്കും എന്താ 2π/3 2π/3 -2π/3 അപ്പം ആൻസർ എന്ത് കിട്ടും π/3 - 2π/3 -π/3 എന്ന് കിട്ടും. ആൻസർ -π/3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ സോ ഇതിൻ്റെ ആൻസർ എന്താ ഈ ടോട്ടൽ സാധനത്തിൻ്റെ ആൻസർ എന്താ അല്ലെങ്കിൽ വാല്യൂ എന്താ -π/3. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ഏതാന്ന് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ ഇവിടെ നമ്മൾ എന്താ വെച്ചിരിക്കുന്നത് ഡൊമൈൻ കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത് അല്ലേ. ഫൈൻഡ് ദ ഡൊമൈൻ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x - 3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡൊമൈനാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ NCERT 2.1 എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഡൊമൈൻ കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയത് നോക്കാം. നമുക്കിത് അങ്ങനെ ചെയ്യുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ എളുപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ നോക്കിയേ എങ്ങനെ ഇത് ചെയ്യാൻ നോക്കിയേ. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ അതിന്റെ ഡൊമൈൻ എന്തായിരുന്നു എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തായിരുന്നു നമുക്കറിയാം അല്ലയോ. -1നും 1നും ഇടയിലുള്ള വാല്യൂസ് -1ഉം 1ഉം ഇടാം. ഓക്കെ ഇപ്പൊ -1ഉം 1നും ഇടയിലുള്ള വാല്യൂസ് നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിയേ ഇത് 0 ഇതാണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ 1 ആയിരുന്നു വിചാരിക്കുക ഇവിടെ -1 ആണെന്ന് വിചാരിക്കുക. സോ ഈ -1നും 1നും ഇടയിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം -1ഉം 1ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് അല്ല ജസ്റ്റ് എക്സ് എന്നും പറഞ്ഞ് കിടക്കുമല്ലോ. ഇവിടെ എന്താ കിടക്കുന്നത് 2x - 3 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 2x - 3ക്കകത്ത് എക്സിന് ഏതൊക്കെ കൊടുക്കാം എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. നമുക്കറിയാം എന്തായാലും സൈൻ ഇൻവേഴ്സ് എന്നും പറഞ്ഞ് ഇതിന്റെ അകത്ത് വരുന്ന സാധനം ഏതിനിടയ്ക്കായിരിക്കണം -1നും 1നും ഇടയ്ക്കായിരിക്കണം. അത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമല്ലോ. സൈൻ ഇൻവേഴ്സ് എന്നും പറഞ്ഞ് ഇതിനകത്ത് വരുന്ന ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. അതെന്തായാലും നമുക്കറിയാം. അങ്ങനെ ആയാൽ നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞൂടെ ഈ 2x - 3 എന്ന് പറയുന്ന വാല്യൂ എവിടെ വരണം ഈ ടോട്ടൽ ഈ അകത്ത് കിടക്കുന്ന ടോട്ടൽ സാധനത്തിന്റെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കണം -1നും 1നും ഇടയിലായിരിക്കണം. -1ഉം ആവാം +1ഉം ആവാം. സോ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്തു. ഓക്കെ അപ്പോൾ ഇതിനിടയ്ക്ക് വരണം ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ അതായത് 2x - 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം << ആകാം അല്ലെങ്കിൽ എന്താവണം > -1 ആവണം അല്ലയോ. -1നേക്കാൾ വലുതുമായിരിക്കണം 2x - 3 എന്ന് പറയുന്ന സാധനം ഈക്വലും ആവാം കുഴപ്പമില്ല. ഇനി എന്തായിരിക്കണം 1നേക്കാൾ ചെറുതുമായിരിക്കണം ഈക്വൽ ആവാൻ കുഴപ്പമില്ല. ഓക്കെ സോ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതി കൂടെ എഴുതാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലയോ. അങ്ങനെ ആയതാണ് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് എക്സ് മാത്രം ആക്കണം. എക്സിന് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ.
കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് മാത്രമല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആളായിട്ടുള്ളൂ. സോ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ എന്താ വിളിച്ചത്? ഡൊമെയിൻ എന്ന് വിളിച്ചത് അല്ലേ? നമുക്ക് ആ ഒരു ഫംഗ്ഷനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡൊമെയിൻ എന്ന് വിളിച്ചത്. ഓക്കെ, അങ്ങനെ ഏതാ നോക്കിയേ, എക്സ് മാത്രമാക്കണം. ഞാനൊരു +3 കൊണ്ട് ലെഫ്റ്റ് സൈഡിലും +3 കൊണ്ട് റൈറ്റ് സൈഡിലും +3 കൊണ്ട് താണ്ട് ഈ ടേമിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു +3 കൊടുക്കാൻ പോവാ. സോ ഇവിടെ 3 - 1 എന്താവും? ഇത് 2 ആവും. 2x - 3 + 3 എന്താവും? 2x മാത്രമാവും. ഇനി 1 + 3 എന്താവും? 4 ആവും. ഓക്കെ ആണേ? ഓക്കെ. ഇനി ഞാൻ എക്സ് മാത്രം ഒറ്റയ്ക്കാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 2 കൊണ്ട് എന്ത് ചെയ്യുക? മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 1 ≤ x ≤ 2 എന്ന് കിട്ടും. കിട്ടത്തില്ലയോ? കിട്ടും. 1 ≤ x ≤ 2 എന്ന് കിട്ടും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആകാം, 1നേക്കാൾ വലുതും ആകാം അല്ലയോ? എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആകാം. നമ്മുടെ നമ്പർ ലൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ആകാം, 1നേക്കാൾ വലുതും ആകാം. സോ ഈ വാല്യൂ എടുക്കാം, ഇതിനെക്കാട്ടിയും വലുതും ആകാം. ഈ വാല്യൂ എടുക്കാം, ഇതിനെക്കാട്ടിയും വലുതും ആകാം. ഇനി എന്തായിരിക്കണം? 2 ആകാം, 2നേക്കാൾ ചെറുതുമായിരിക്കണം. ഓക്കെ, ഈ വാല്യൂ ഏതൊക്കെയാവാം? വേണ്ട, 1 കഴിഞ്ഞിട്ട് ഇവിടെ 2 ഉണ്ടെന്ന് വിചാരിക്കുക. 2 ആകാം, കുഴപ്പമില്ല, പക്ഷേ 2നേക്കാൾ ചെറുതുമായിരിക്കണം. സോ ഇതിനിടയ്ക്ക് കിടക്കുന്ന ഈ വാല്യൂസ് എക്സിന് എടുക്കാൻ പറ്റും. അതായത് 1നും 2നും ഇടയിൽ കിടക്കുന്ന വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? എക്സിന് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് 1നും 2നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ എക്സിന് ഇട്ട് കൊടുത്താലും ഈ ടോട്ടൽ സാധനത്തിന്റെ വാല്യൂ ഏതിൻ്റെ ഇടയ്ക്ക് നിൽക്കും? -1നും +1നും ഇടയ്ക്ക് നിൽക്കും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എക്സിന് 1നും 2നും ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ 2x - 3 എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -1നും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. സോ നമുക്ക് കണ്ടീഷൻ മനസ്സിലായി. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1നും 2നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. 1 ഇൻക്ലൂഡ് ചെയ്യാം, 2 ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ഡൊമെയിൻ കിട്ടി. ഡൊമെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എലമെന്റ് ഓഫ് നമുക്ക് ഡൊമെയിൻ എങ്ങനെ എഴുതാം? 1നും 1 to 2 ഇല്ലയോ? 1 എടുക്കാം, 2 എടുക്കാം. സോ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. സോ ഡൊമെയിൻ കണ്ടുപിടിച്ചില്ലയോ? ഈസിയിലും കണക്കുള്ള കണക്ക് ചെയ്യാൻ. ഓക്കെ, നോക്കാം. അങ്ങനെ ഏതാണ്ട് ഇതേപോലെ ഒരു കണക്ക് കൂടെ ചെയ്ത് നോക്കാം നമുക്ക്. y = sin inverse of x². നോക്കാം ഇതെങ്ങനെ ചെയ്യാം. നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കണക്ക് തന്നെ. ഇതിനകത്ത് കിടക്കുന്ന ആൾ അല്ലയോ? സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന മൊത്തം ആളുടെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കണം? -1നും 1നും ഇടയിലായിരിക്കണം. അത് നമുക്കറിയാം. -1ഉം 1 ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വന്നേക്കുന്ന x² നമുക്ക് എങ്ങനെ എഴുതാം? x² <= 1 ആയിരിക്കണം, > എന്തായിരിക്കണം? -1 ആയിരിക്കണം. ഓക്കെ ഓക്കെ. ഇനി ഇതാ നോക്കിയേ, x² എന്ന് പറയുന്ന ആളുടെ വാല്യൂ നമുക്കറിയാം. x² എന്ന് പറയുന്ന ആളുടെ വാല്യൂ മൈനസ് വാല്യൂസ് വരുമോ? നെഗറ്റീവ് വാല്യൂസ് വരുമോ? ഇല്ല. നമുക്ക് ഇതാണ്ട് ഇവിടെ തന്നേക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം -1നും 1നും ഇടയിലുള്ള വാല്യൂസ് -1 to 1 ഈ വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ വരുന്നത്? x² കിട്ടുന്നത് അല്ലയോ? പക്ഷേ നമുക്കറിയാം, ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം x² എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് എന്താ? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആണ് ഇവിടെ ആർക്ക് വരുന്നത്? x² വരുന്നത്. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 0 <= x² <= 1 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. കാരണം എന്താ? x² എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ? പോസിറ്റീവ് വാല്യൂസേ കിട്ടത്തുള്ളൂ. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ -1 to 1 എന്ന് പറയേണ്ട ആവശ്യം നമുക്ക് എന്തില്ല? ശരിക്കും ഇല്ല. കാരണം മൈനസ് വാല്യൂസ് ഒന്നും എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. സോ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? 0 മുതൽ 1 വരെ ആണ് x² വാല്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. സോ x² വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ വരണമെന്ന് പറയണം? 0 മുതൽ 1 വരെ. ഓക്കെ, മനസ്സിലായി? കാരണം നമ്മൾ ഈ നെഗറ്റീവ് -1 മുതൽ 0 വരെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയതിനാ? കാരണം അത് പറയേണ്ട കാര്യമില്ല നമുക്ക്. കാരണം ഈ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വന്നാൽ ഈ x² വാല്യൂ എപ്പോഴും എന്ത് ചെയ്യും? പോസിറ്റീവ് വാല്യൂ ആയിട്ടേ കിട്ടത്തുള്ളൂ. സോ x² എന്ന് പറയുന്ന ആളുടെ വാല്യൂ എപ്പോഴും എവിടെ ആയിരിക്കും നിൽക്കുന്നത്? 0ക്കും 1നും ഇടയിലുള്ള വാല്യൂസേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള വേറെ ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുക്കുക. -0.8 ഇട്ട് കൊടുക്കുക, -0.7 ഇട്ട് കൊടുക്കുക, -0.6 ഇട്ട് കൊടുക്കുക. ഇതിനെല്ലാം സ്ക്വയർ ചെയ്ത് വരുമ്പോൾ എന്താവും? നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ശരിക്കും x² എന്ന് പറയുന്ന ആളുടെ വാല്യൂ എവിടെ കിടക്കുക? 0ക്കും 1നും ഇടയിൽ കിടക്കുക. ഓക്കെ ആണേ? ഓക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് അതങ്ങനെ എഴുതിയെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഏതാണ്ട് നോക്കിയേ. ഇനി ദാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം ദാണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, x² വന്നപ്പോൾ 0ക്കും 1നും ഇടയിൽ വന്നു. അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോയി. ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഞാനതിപ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 1-2 എക്സാമ്പിളും കൂടെ ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഇതാ നോക്കിക്കോ. x² ഞാൻ x ആക്കി എഴുതാൻ പോവാം. x² ഞാൻ എന്ത് ചെയ്യാൻ പോവാ? x ആക്കി എഴുതാൻ പോവാം. ഞാൻ x ആക്കി എഴുതി. x <= 1 <= 0.
ഓക്കെ, ഇത് ഞാൻ ഒരു കണ്ടീഷൻ എഴുതി. ഇനി എച്ച് സ്ക്വയറിനെയാണ് ഞാൻ എക്സ് ആക്കി എഴുതിയത്. അപ്പോൾ ഒരു കണ്ടീഷനും കൂടെ ഞാൻ എഴുതണം. അതാണ്ട് നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? ഒരു മൈനസ് കൊണ്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യാൻ പോവാ? ഓക്കെ, ഒരു മൈനസ് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. സോ ആ ഇനിക്വാളിറ്റിയിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എക്സ് ഇനിക്വാളിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സീറോയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ വരും. ഓക്കെ, ഇനിക്വാളിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനിക്വാളിറ്റിക്ക് എന്ന വ്യത്യാസം കണ്ടോ? എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ എന്തായി? നേരെ തിരിഞ്ഞ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയി. എക്സ് അതേപോലെ ഇടാം. താണ്ട മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ സിമ്പിൾ എന്ത് ചെയ്യും? നേരെ തിരിയും. ഓക്കെ, ഇതെന്താവും? -1 ആവും. ഓക്കെ ആണോ? ഓക്കെ, സോ ഈ ഒരു സാധനം കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. സ്ക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന അങ്ങനത്തുള്ള സ്ക്വയർ ടേമുകൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഫസ്റ്റ് എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ സെയിം സാധനം അതേപോലെ എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഒരു നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ ഇനിക്വാളിറ്റി തിരിച്ചിട്ട് ഒരു കണ്ടീഷനും കൂടെ എഴുതണം. ഓക്കെ, അങ്ങനെ ഏതാണ്ടാ നോക്കിയാൽ നമുക്കിപ്പോൾ മനസ്സിലായി. ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. 0ക്കും 1നും ഇടയിലായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1നേക്കാൾ വലുതാണ്. ഓക്കെ, -1 ഇവിടെ കിടക്കും. -1നേക്കാൾ വലുതാണ്, 0യേക്കാൾ ചെറുതാണ്. ഓക്കെ, -1നേക്കാൾ വലിയ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാ? -0.9, -0.8, -0.7 ഒക്കെ എന്താ? -1നേക്കാൾ വലിയ വാല്യൂസ് അല്ലയോ? -1 ആണോ വലുത്? 0 ആണോ വലുത്? 0 ആയാ വലുത്. ഓക്കെ, സോ -1നേക്കാൾ വലുതായിരിക്കണം. അതായത് -1 ആകാം, -1നേക്കാൾ വലുതുമായിരിക്കണം. ഇങ്ങോട്ടുള്ള വാല്യൂസ് ആയിരിക്കാം. എവിടം വരെ ആകാം? 0 വരെ ആകാം. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ -1 മുതൽ +1 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും ആർക്കിടാമെന്ന് അവസാനം കിട്ടി നമുക്ക്. എച്ച് സ്ക്വയറിനകത്ത് എക്സിനകത്ത് ഇടാമെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഇവിടെ ഡൊമെയിൻ എന്താ? -1 to 1 അല്ലയോ? എക്സ് എലമെന്റ് ഓഫ് -1 to 1. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ എന്ത് തന്നെയാണോ അത് തന്നെയാണ് ആരുടെ ഡൊമെയിനും? സൈൻ ഇൻവേഴ്സ് എച്ച് സ്ക്വയറിന്റെ ഡൊമെയിൻ. ഓക്കെ, സോ നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇതിന്റെ 1-2 എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതാണ്ട് ഇങ്ങനെ നോക്കിയേ, നിങ്ങൾ താണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക. എച്ച് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു 9 കിടക്കട്ടെ, ഒരു 4 കിടക്കട്ടെ. അങ്ങനെ ഏതാണ്ട് ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോയി. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എച്ച് സ്ക്വയറിനെ ആദ്യം ചെയ്യുമ്പോൾ എന്താകും? വെറുതെ എക്സ് എന്നങ്ങ് എഴുതും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 9ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 3. 4ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2. ഓക്കെ, ഇത് ഒരെണ്ണം. ഇനി അടുത്ത് എന്ത് ചെയ്യണം? എക്സ് നമുക്കറിയാം. ഞാൻ എന്ത് പറഞ്ഞായിരുന്നു? നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇനിക്വാളിറ്റിയും കൂടെ എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നല്ലയോ? അപ്പോൾ നമുക്ക് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഇവിടെ ഒരു -2. ഇനിക്വാളിറ്റി തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ ആവും. ഈ ഇനിക്വാളിറ്റി തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ ആവും. ഇവിടെ എന്താവും? -3 ആവും. ഓക്കെ, അങ്ങനെ ഏതാണ്ട് ഈ കണ്ടീഷൻ നോക്കുക. ഈ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് എന്തായിരിക്കും? -3യേക്കാൾ വലുതായിരിക്കും, -2നേക്കാൾ ചെറുതായിരിക്കും. നമ്മുടെ നമ്പർ ലൈൻ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -3യേക്കാൾ വലുതായിരിക്കും. -3 ഇവിടെ കിടക്കുക. -3യേക്കാൾ വലുതായിരിക്കും. -2നേക്കാൾ എന്തായിരിക്കും? ചെറുതാവാം, അല്ലെങ്കിൽ -2 ആകാം. ഓക്കെ, -2 ഇതായിരുന്നു വിചാരിക്കുക. സോ ഈ റീജിയണിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എന്ത് ചെയ്യാം? എക്സിന് എടുക്കാം. അതുപോലെ നമുക്ക് എന്തും കിട്ടി? എക്സ് ഗ്രേറ്റർ ദാൻ 2. എക്സ് ഗ്രേറ്റർ ദാൻ ഇതാണ്ട് -2, ഇത് -1, ഇത് 0, ഇങ്ങോട്ടുണ്ട് ഇത് 1, ഇത് 2, ഇത് 3, അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമുക്ക് ഇതാണ്ട് അടുത്ത കണ്ടീഷൻ കിട്ടി. എന്താ? എക്സ് എന്തായിരിക്കും? -2നേക്കാൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? എക്സ് എന്തായിരിക്കും? 2നേക്കാൾ വലുതായിരിക്കും അല്ലേ? 2 ആകാം, 2നേക്കാൾ വലുതും ആകാം. ഇനി എന്തായിരിക്കും? 3 ആകാം, 3യേക്കാൾ ചെറുതുമായിരിക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? -3 മുതൽ -2 വരെയുള്ള വാല്യൂസും 2 മുതൽ 3 വരെയുള്ള വാല്യൂസും. നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? -3 to -2 യൂണിയൻ 2 to 3. ഓക്കെ, സോ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന, അതായത് ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഈ വാല്യൂസും ഈ വാല്യൂസും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ ആണേ? ഓക്കെ,
സോ ആ രീതിയിൽ സെയിം ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ പ്രോബ്ലം ചെയ്യും. ഇവിടെ അഡീഷണൽ വന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എച്ച് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് -1നും 1നും ഇടയ്ക്ക് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, 0യ്ക്കും 1നും ഇടയ്ക്കെന്ന് പറയാം. കാരണം എച്ച് സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ അത് 0യ്ക്കും 1നും ഇടയ്ക്കെന്ന് നമുക്ക് പറയാം. ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ അഡീഷണൽ വന്നുള്ളൂ. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയല്ലോ. ഓക്കെ, നോക്കാം, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അത് നോക്കി എന്താ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എച്ച് സ്ക്വയർ -4 അല്ലയോ. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് ഇതിനെ മൊത്തത്തിൽ ആ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് കിടക്കുന്ന വാല്യൂ ഏതിനും ഇടയ്ക്കേ വരാവൂ, -1നും 1നും അല്ലയോ. കോസ് ഇൻവേഴ്സിന്റെയും ഡൊമൈൻ എന്ത് തന്നെയാ, -1 to 1. സോ കോസ് ഇൻവേഴ്സ് എന്നും പറഞ്ഞ് ഇതിനകത്ത് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതേ ഉള്ളൂ, -1നും 1നും ഇടയ്ക്ക് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ചോദിച്ചേക്കുന്നത്, ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം, ഡൊമൈൻ കണ്ടുപിടിക്കാം. എന്തായാലും എനിക്കറിയാം ടോട്ടൽ ഈ കോസ് ഇൻവേഴ്സിനകത്ത് കിടക്കുന്ന വാല്യൂസ് ഏതിനും ഇടയ്ക്കായിരിക്കണം, -1നും +1നും ഇടയിലായിരിക്കണം. അതേ അവിടെ എടുക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം, കണ്ടീഷൻ എഴുതാം. എച്ച് സ്ക്വയർ -4 എന്ന് പറയുന്നത് എന്തായിരിക്കണം, -1നും 1നും ഇടയിലായിരിക്കണം അല്ലയോ. 1നേക്കാൾ വലുതുമായിരിക്കണം, സോറി -1നേക്കാൾ വലുതുമായിരിക്കണം, 1നേക്കാൾ ചെറുതായിരിക്കണം. 1നും -1നും ഇടയിലുള്ള വാല്യൂസ്. ഓക്കെ, അങ്ങനെ നമുക്കറിയാം എച്ച് സ്ക്വയർ മാത്രമാക്കണം, പിന്നെ അതിനെ എക്സ് മാത്രമാക്കണം. എച്ച് സ്ക്വയർ മാത്രമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് രണ്ട് സൈഡിൽ 3 എടുത്തും 4 കൊണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം അല്ലയോ. ഇവിടെയും 4 കൊണ്ട്, ഇവിടെയും 4 കൊണ്ട്, ഇവിടെയും 4 കൊണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 4 - 1 എന്ത് കിട്ടും, 3 കിട്ടും. 3 ≤ എച്ച് സ്ക്വയർ ≤ 4 + 1 5 കിട്ടും. 5 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എച്ച് സ്ക്വയറിനെ എക്സ് ആക്കണം. അതിന് എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഇവൻ്റെ റൂട്ട് ഇവൻ്റെ റൂട്ട് എടുക്കുമ്പം √3 ≤ എക്സ് ≤ √5. ഓക്കെ, നമുക്കറിയാം. പക്ഷേ എച്ച് സ്ക്വയറിന്റെ റൂട്ട് എടുത്ത് എക്സ് ആക്കുമ്പോൾ നമ്മൾ എന്തും കൂടെ ചെയ്യണം, നമുക്കറിയാം നെഗറ്റീവ് കൊണ്ട് നമുക്ക് ഈ രണ്ട് എക്സ്ട്രീം വാല്യൂസിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനിക്വാളിറ്റി തിരിച്ചിടാൻ വേണം. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അറിയത്തില്ലയോ. അങ്ങനെ ഏതാണ്ട് ആ കണ്ടീഷനും കൂടെ എഴുതാം. നമുക്ക് എക്സ്, നമുക്ക് ഇവിടുത്തെ ഇനിക്വാളിറ്റി തിരിക്കാം -√5, ഇവിടുത്തെ ഇനിക്വാളിറ്റി തിരിക്കാം -√3. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നമുക്ക് കണ്ടീഷൻ കിട്ടി. നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ ഏതിനും ഇടയ്ക്കായിരിക്കണം, √3ക്കും √5നും അതാണ്ട് ഈ വാല്യൂസ് എല്ലാം പറ്റും അല്ലയോ. ഈ √3യും പറ്റും, √5യും പറ്റും, ഇതിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസും പറ്റും. ഓക്കെ, ഇനി അതേപോലെ നോക്കിയേ, -√3യേക്കാൾ ചെറുതുമായിരിക്കണം, -√5നേക്കാൾ വലുതുമായിരിക്കണം. അപ്പം -√5 ഇവിടെ കിടപ്പുണ്ട്, -√5 അതാകാം, അതിനേക്കാൾ വലുതുമായിരിക്കണം. ഇനി എന്തിനേക്കാൾ ചെറുതായിരിക്കണം, -√3 ആകാം, പക്ഷേ അതിനേക്കാൾ ചെറുതുമായിരിക്കണം. സോ ഈ വാല്യൂസും പറ്റും. അപ്പം ഈ വാല്യൂസും പറ്റും, ഈ വാല്യൂസും പറ്റും. സോ നമുക്ക് ഡൊമൈൻ എന്ത് എഴുതാം, എക്സ് എലമെന്റ് ഓഫ്, നമുക്ക് എങ്ങനെ എഴുതാം, -√5 to -√3 അല്ലയോ, -√3 യൂണിയൻ √3 to √5. ഓക്കെ, ഈസി അല്ലേ ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാൻ. അതിന് നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞത് ആദ്യം എന്താ, കോസ് ഇൻവേഴ്സിൻ്റെയും സൈൻ ഇൻവേഴ്സിൻ്റെയും ഒക്കെ എന്ത് ചെയ്യുക, ഡൊമൈൻ എന്താണെന്ന് അറിയുക. ഓക്കെ, അതറിയാമെങ്കിൽ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, ബാക്കി ആൽജിബ്രകളിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി അല്ലയോ. ലീനിയർ ആൽജിബ്രയിലൊക്കെ നിങ്ങൾ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y = സീക്ക് ഇൻവേഴ്സ് ഓഫ് 2x + 1 അല്ലയോ. സൈനും കോസും ഒക്കെ മാറി ആറ് വന്ന് സീക്ക് വന്ന് നോക്കാം. നമുക്ക് സീക്കിൻ്റെയും നമുക്കറിയാം, നമുക്ക് സീക്കിൻ്റെയും ഡൊമൈൻ നമുക്കറിയാം അല്ലയോ. സീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനത്തിന് അകത്ത് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു, നമുക്കറിയാം. 6ൽ നിന്ന് എന്ത് പോകണം, -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. നമ്മളിത് പഠിച്ചതല്ലയോ. റിയൽ വാല്യൂസ് ഏത് വേണമെങ്കിലും ആകാം, പക്ഷേ ഏതാവാൻ പാടില്ല, -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ഒന്നും വരാൻ പാടില്ല അല്ലയോ. നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതാണ്ട് ഇത് -1 ആയിരുന്നു വിചാരിക്കുക, 0 1 -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല അല്ലയോ. ഇതിനകത്ത് വരാൻ, സീക്ക് ഇൻവേഴ്സിനകത്ത് വരാൻ പാടില്ല. അതായത് -1 വരാമോ, -1 വരാൻ കുഴപ്പമില്ല, +1 വരാൻ കുഴപ്പമില്ല, പക്ഷേ ഇതിന് ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, ഈ ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും വരാൻ പാടില്ല. വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, അതിനകത്ത് വരാൻ പറ്റുന്ന വാല്യൂസ് നമുക്കറിയാമല്ലോ. ബാക്കി ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. 1 വരാം, 1ന് അങ്ങോട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. -1 വരാം, -1ന് ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഏത് വരാൻ പറ്റത്തില്ല, ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല അല്ലയോ. ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ഒന്നും വരാൻ പറ്റത്തില്ല. ഇവിടുത്തെ വാല്യൂസും വരാം, ഈ വാല്യൂസും വരാം. ഈ കാര്യം നമുക്ക് അറിയാം. ഓക്കെ,
ഓക്കെ. സോ അങ്ങനെ ഏതാന്ന് നോക്കിയാൽ നമുക്ക് കണ്ടീഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഇത്രയും നേരം എഴുതിയതുപോലെ കണ്ടീഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം 2x+1 എന്ന് പറയുന്ന ആൾ 2x+1 എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? 1 ആകാം, 1നേക്കാൾ മേളിലും ആകാം, അല്ലയോ? അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താകാം? 1 ആകാം. അല്ലെങ്കിൽ നമുക്ക് താണ്ട് ഇങ്ങനെയും പറഞ്ഞൂടെ, 2x+1 എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? -1 ആകാം, അല്ലെങ്കിൽ എന്തായിരിക്കണം? -1നേക്കാൾ ചെറിയ ഏതെങ്കിലും വാല്യൂ ആയിരിക്കണം. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കാം? -1 ആകാം, അല്ലേ? ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെ ഏതാണ്ട് നോക്കിയേ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ രണ്ടിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. 2x+1 ആദ്യത്തേനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഞാൻ രണ്ട് സൈഡിലും -1 കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? ആഡ് ചെയ്യാൻ പോവാ. സോ ഇതെന്താവും? 2x ആകും. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്നാകും? 0 എന്നാകും, അല്ലയോ? ഇവിടെ -1 2x+1 -1 എന്താവും? 2x ആവും. 1 - 1 എന്താവും? 0 ആകും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ. ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്കൊരു കണ്ടീഷൻ കിട്ടി. അടുത്ത ഇക്വേഷൻ നോക്കിയാൽ 2x+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 അല്ലയോ? ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും -1 ചെയ്യാൻ പോവുക. ഓക്കെ, -1 ചെയ്യാൻ പോവുക. അപ്പോൾ എന്താവും? 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ആവും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് കിട്ടും, അല്ലയോ? രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? അതാണ്ട് ഈ രണ്ട് കണ്ടീഷൻ കിട്ടിയാൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടി. രണ്ട് കണ്ടീഷനും നോക്കിയേ, എവിടെ നമ്മുടെ നമ്പർ ലൈൻ നോക്കുമ്പോൾ നമുക്കറിയാം x എന്തായിരിക്കാം? ഒന്നെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ 0യേക്കാൾ വലിയ വാല്യൂസ് ആകാം. ഇങ്ങോട്ടുള്ള ഏത് വാല്യൂ ആണല്ല, അല്ലയോ? ആണ്. അതുപോലെ നമുക്ക് താണ്ടെ മറ്റേ കണ്ടീഷൻ എന്തായിരുന്നു? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഇവിടെ ഒരു -1 ഉണ്ട്. -1 ആകാമോ? ആകാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഒന്നെങ്കിൽ എന്തായിരിക്കും? 0 ആകാം, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വലിയ വാല്യൂസ് ആകാം. അല്ലെങ്കിൽ -1 ആകാം, -1നേക്കാൾ ചെറിയ വാല്യൂസ് ആകാം. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം എന്താ? -∞ മുതൽ -1 വരെയുള്ള ഏത് വാല്യൂ എക്സിന് എടുക്കാം, അല്ലയോ? എക്സ് എലമെന്റ് ഓഫ് -∞ മുതലുള്ള -∞ മുതൽ -1 വരെയുള്ള, അല്ലയോ? -1 എടുക്കാമോ? എടുക്കാം. ഓക്കെ, അത്ര എടുക്കാം. ഇനി ഏതൊക്കെ എടുക്കാം? യൂണിയൻ 0 മുതൽ അങ്ങോട്ടുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. സോ 0 എടുക്കാം, അല്ലയോ? അപ്പോൾ 0 മുതൽ ∞ വരെയുള്ള വാല്യൂസ്. ഇൻഫിനിറ്റിയുടെ അടുത്ത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യത്തില്ല. എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ നമുക്ക് ഡൊമൈൻ കിട്ടി, എക്സിൻ്റെ ഡൊമൈൻ കിട്ടി, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂസ്, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് കിട്ടി. ഈസി അല്ലയോ? ഈസിയാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ആകെ ചെയ്ത എന്താ? നമ്മൾ ഈ കണ്ടീഷനെ നമുക്ക് ഒന്നിച്ച് എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടാക്കി എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ. ഒന്നിച്ച് നമുക്ക് ഈ കണ്ടീഷൻ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടാക്കി എഴുതി. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2x+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? 2x+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് എഴുതാൻ പറ്റുമോ? ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. ഒരു കണ്ടീഷൻ പറയുന്നത് 2x+1 എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1നേക്കാൾ വലിയ വാല്യൂസ് ആകാം, അല്ലെങ്കിൽ -1നേക്കാൾ ചെറിയ വാല്യൂസ് ആകാം. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊട്ട് മുന്നേ എഴുതിയതുപോലെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ. അതെന്തുകൊണ്ടാണ് ഒരുമിച്ച് എഴുതാൻ പറ്റാഞ്ഞ എന്താ? നമുക്കറിയാം. ആണ്ടെ നമ്പർ ലൈൻ വരച്ച് നോക്കുമ്പോൾ നമുക്കറിയില്ലയോ കണ്ടീഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിട്ട് കണ്ടീഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഇതാണ്ടേ ഇതിനിടയ്ക്കുള്ള വാല്യൂസ് എല്ലാം ഒഴിവാക്കി കളഞ്ഞേക്കുക. സോ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. സോ രണ്ട് സെപ്പറേറ്റ് കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതേണ്ടി വരും. ഓക്കെ. നോക്കാം. അങ്ങനെ നീ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. y = sin inverse x plus sin x. ഓക്കെ. ഇവിടെ ക്വസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കിയേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, അല്ലയോ? രണ്ട് ആൾക്കാർ ചേർന്നുള്ള ഒരു ടോട്ടൽ ഫംഗ്ഷനാണ്. അപ്പം ഈ ടോട്ടൽ ഫംഗ്ഷൻ്റെ ഡൊമൈനാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. അതായത് y = sin inverse x plus sin x. ആ ടോട്ടൽ ഫംഗ്ഷൻ്റെ ഡൊമൈനാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം sin x മാത്രം എടുത്തേ. y = sin x എന്ന് പറയുന്ന ഫംഗ്ഷന് മാത്രം ഒന്ന് ആലോചിച്ചേ. ഇവന്റെ ഡൊമൈൻ എന്താ? എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ? ഏത് വാല്യൂ ആണെങ്കിലും ഇട്ട് കൊടുത്തൂടെ? നമ്മുടെ റിയൽ നമ്പറിൽ ഏത് വാല്യൂ ആണെങ്കിലും ഇട്ട് കൊടുത്തൂടെ? ഇട്ട് കൊടുക്കുക, അല്ലയോ? sin πയോ sin 2πയോ sin -πയോ sin -π/4ഓ sin 1000πയോ ഏത് വാല്യൂസ് വേണമെങ്കിലും എന്ത് ചെയ്യാം? എക്സിന് ഇട്ട് കൊടുക്കാം. സോ ഇതിന്റെ ഡൊമൈൻ എന്താ? 6. നമ്മൾ ട്രിഗണോമെട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന sin എക്സിന്റെ ഡൊമൈൻ എന്താ? 6, അല്ലേ? 6. സോ ഇവന്റെ ഡൊമൈൻ 6. പ്രശ്നമില്ല.
പക്ഷേ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ എന്തുവാ? സൈൻ ഇൻവേഴ്സ് എക്സിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്താ? -1നും 1നും ഇടയിലുള്ള വാല്യൂസ് അല്ലയോ? -1 ആകാം +1 ആകാം. സോ -1 to +1 ഈ വാല്യൂസ് ആണ് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ടോട്ടൽ ഫംഗ്ഷനകത്തോട്ട് ഞാനൊരു എക്സ് ഇട്ട് കൊടുക്കാൻ പോവുക. ആ എക്സ് എന്തായിരിക്കണം? ആ എക്സ് ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റണം, ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റണം അല്ലയോ? ഞാൻ ആ ഇട്ട് കൊടുക്കുന്ന എക്സ് എന്തായിരിക്കണം? ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം, ഇവനും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പം രണ്ട് പേർക്കും കോമൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവനെ നോക്കുമ്പോൾ ഇവന് റിയൽ നമ്പർ എല്ലാം ഇട്ട് കൊടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇവനെയും കൂടെ ആലോചിക്കണ്ടേ? ഇവന്റെ കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ അവൻ എവിടെ പറ്റുന്നുള്ളൂ? -1 to 1 വരെയുള്ള വാല്യൂസേ പറ്റുന്നുള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഫംഗ്ഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതേ ഉള്ളൂ? -1 മുതൽ 1 വരെയുള്ള റിയൽ നമ്പേഴ്സ്. ഓക്കെ. സോ ഇതിന്റെ ഡൊമെയിൻ എങ്ങനെ പറയാം? -1 to 1 ആണെന്ന് പറയാം ഇല്ലേ? കുറച്ചുകൂടെ ഒന്ന് മാത്തമാറ്റിക്കലായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുക. ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്റെ ഡൊമെയിനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സേ കൊടുക്കാൻ പറ്റും അല്ലയോ? ഇവനും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സിന് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഇവനും കോമൺ ആയിട്ട് ഈ രണ്ട് ഫംഗ്ഷൻസിന് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കൊടുക്കാൻ പറ്റൂ. അതിന് കുറച്ചുകൂടെ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇവന്റെ ഡൊമെയിൻ എന്താ? -1 to 1. ഇവന്റെ ഡൊമെയിനിലും കോമൺ ആയിട്ട് വരുന്നത്, അതായത് കോമൺ എലമെന്റ്സ് ആയിരിക്കണം. കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് സെറ്റുകളിലുള്ള കോമൺ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കും അല്ലയോ? സെറ്റ്സിനകത്ത് +1 പഠിക്കുന്നില്ലയോ? അങ്ങനെ നമുക്ക് പറയാം ഇവന്റെ ഡൊമെയിൻ ഇന്റർസെക്ഷൻ ഇവന്റെ ഡൊമെയിൻ. ഓക്കെ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർസെക്ഷൻ എടുക്കും. അപ്പൊ ഈ സെറ്റിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? കോമൺ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയിലുള്ള വാല്യൂസാ അല്ലയോ? സോ ഇതെന്ത് കിട്ടും? -1 to 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ മാത്തമാറ്റിക്കലി ഒക്കെ പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം. ഓക്കെ ആണേ? ഓക്കെ. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത് ഇവിടെ? y = sin inverse of √(x²- 1). നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. നമുക്ക് √(x²- 1)ന്റെ വാല്യൂ ഏതിനും ഇടയ്ക്കേ വരാവൂ? -1 to 1 ആയിരിക്കണം അല്ലയോ? സോ നമുക്ക് എഴുതാം √(x²- 1) < 1 ആയിരിക്കണം, > -1 ആയിരിക്കണം. ഓക്കെ. ഇനി താണ്ട നോക്കിയാൽ നമുക്ക് ഈ റൂട്ട് മാറ്റണം. ആദ്യമേ എക്സ് മാത്രമാക്കി എഴുതണം. ആദ്യമേ എന്ത് ചെയ്യണം? റൂട്ട് കളയാനായിട്ട് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യാൻ എല്ലാ സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതാ നോക്കിയേ, 1 < സ്ക്വയർ ചെയ്തില്ലേ? സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? x² - 1 < 1. ഇങ്ങനെ ആയി പോകത്തില്ലയോ? ഇത് മീനിങ് ഉണ്ടോ? ഇത് മീനിങ്ലെസ് ആയി പോകത്തില്ലയോ? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. x²ന്റെ വാല്യൂ x² - 1ന്റെ വാല്യൂ 1 ആകാം, അല്ലെങ്കിൽ 1നേക്കാൾ ചെറുതാകാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പറയുന്നത് എന്താ? x² - 1ന്റെ വാല്യൂ 1 ആകാം, അല്ലെങ്കിൽ 1നേക്കാൾ വലുതാകാം. രണ്ടും കൂടെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ലയോ അല്ലയോ? ഒന്ന് പറയുന്നത് -1നേക്കാൾ ചെറുതാവണം, 1 ആകാം അല്ലെങ്കിൽ 1നേക്കാൾ ചെറുതാകണമെന്ന് പറയുന്നത്. ഈ സൈഡ് നോക്കുമ്പോൾ പറയുന്നത് എന്താ? 1 ആകാം അല്ലെങ്കിൽ 1നേക്കാൾ വലുതാകാന്ന് പറയുന്നു. നമുക്ക് പോസിബിൾ ആണോ? അത് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ലയോ? മീനിങ്ലെസ് ആവും ഇത് അല്ലയോ? സോ നമുക്ക് ഇത് അങ്ങനെ ഒരു വഴി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പല കുട്ടികളും സംശയം ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞത്. ഓക്കെ. ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കാം. ഇതാ നോക്കിയാൽ നമുക്കറിയാം റൂട്ടിന്റെ വാല്യൂ. നമ്മൾ നേരത്തെ x² കാര്യം പറഞ്ഞതുപോലെ നമുക്കൊരു കാര്യം ഇവിടെ പറയാൻ പറ്റും. റൂട്ടിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒരു സാധനത്തിന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. എന്ത് ചെയ്യാം? 0 < √(x² - 1 < 1 എന്ന് എഴുതാം. ഒന്ന് മാറ്റി എഴുതിക്കൂടെ? മാറ്റി എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. ഓക്കെ. കാരണം റൂട്ടിന്റെ ഒരു സാധനത്തിന്റെ റൂട്ട് എടുത്ത് കിട്ടുന്ന വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നെഗറ്റീവ് വാല്യൂ വരത്തില്ല അല്ലയോ? അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഇനി നോക്കിയേ, നമുക്ക് ഇതിനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് സ്ക്വയർ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്താലും പ്രശ്നമൊന്നും വരത്തില്ല. 0 < x² - 1 < 1. ഇനി എന്ത് ചെയ്യുക? എല്ലായിടത്തും എന്ത് ചെയ്യുക? ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുക. 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 < x² < 2 എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് കണ്ടീഷൻ സ്പ്ലിറ്റ് ചെയ്യണം അല്ലയോ? ആദ്യം എന്ത് ചെയ്യാം? റൂട്ട് എടുക്കാം. √1 തന്നെ < x < √2. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നമുക്കറിയാം ഈ സാധനം അതേപോലെ എഴുതി ഇനിക്വാളിറ്റീസ് എന്ത് ചെയ്യുക? തിരിക്കുക. -1 -√2. ഓക്കെ. അങ്ങനെ അവിടെ ടോട്ടൽ കണ്ടീഷൻ നമുക്ക് എന്ത് വന്ന്? നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ? 1നേക്കാൾ വലുതായിരിക്കാം, √2നേക്കാൾ ചെറുതായിരിക്കാം.
1 ആകാം, 1നേക്കാൾ വലുതാകാം. പക്ഷേ എവിടം വരെ പോകാവൂ? √2 വരെ പോകാവൂ. √2 ആവാം, കുഴപ്പമില്ല. ഇനി അടുത്ത രണ്ടാമത്തെ സാധനം നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? -1നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. -1നേക്കാൾ -1നേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. -√2നേക്കാൾ എന്തായിരിക്കണം? വലുതായിരിക്കണം. അല്ലയോ? വലുതായിരിക്കണം. അപ്പം -√2നേക്കാൾ എന്തായിരിക്കണം? വലുതായിരിക്കണം. -1നേക്കാൾ എന്തായിരിക്കണം? ചെറുതുമായിരിക്കണം. ഈ രണ്ട് വാല്യൂസും എടുക്കാനും പറ്റും. ഓക്കെ, സോ നമുക്ക് ഡൊമെയിൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് എലമെന്റ് ഓഫ് എന്ത് എഴുതാം? -√2 മുതൽ -1 വരെ യൂണിയൻ. അതുമാകാം, ഇതുമാകാം. അല്ലയോ? അപ്പം എങ്ങനെ എഴുതാം? 1 to √2. ഈസി അല്ലയോ? ഈസി ആയിട്ട് ചെയ്തൂടെ? ചെയ്യാം. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. y is equal to 2 cos inverse 2x plus sin inverse x. അല്ലയോ? sin inverse x ന്റെ ഡൊമെയിൻ എനിക്കറിയാം. എന്താ sin inverse x ന്റെ ഡൊമെയിൻ? എന്താ? -1 to 1. ഇവിടെ നോക്കിയേ, cos inverse of 2x അല്ലയോ? cos inverse x ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയായിരുന്നു -1 to 1. ഇവിടെ വന്നേക്കുന്നത് എന്താ? cos inverse of 2x. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, ഈ അകത്ത് വരുന്ന ആളുടെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കും. -1 to +1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും. അല്ലയോ? -1 to +1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് താണ്ട കണ്ടീഷൻ എഴുതാം. 2x എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? -1നും +1നും ഇടയിലായിരിക്കും. അല്ലയോ? ഓക്കെ, എഴുതാം. അങ്ങനെ ഏതാണ്ട് എക്സ് മാത്രമാക്കണം. നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് രണ്ട് സൈഡിലും മൊത്തത്തിൽ 2 കൊണ്ട് എന്ത് ചെയ്യുക? ടോട്ടലി ഡിവൈഡ് ചെയ്യുക. -1/2 <x <= 1/2. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്തായിരിക്കും? ഇവന്റെ ഡൊമെയിൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് -1/2 to 1/2. ഇവന്റെ ഡൊമെയിൻ എന്തായിരുന്നു? -1 to +1. അല്ലയോ? നമ്മുടെ റിയൽ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു തരും ഇവൻ ഏതൊക്കെ വാല്യൂസ് പറ്റും. -1 മുതൽ +1 വരെയുള്ള എല്ലാ വാല്യൂസും പറ്റുമെന്ന് ഇവൻ പറഞ്ഞു. പക്ഷേ ഇവന്റെ കാര്യം നോക്കുമ്പോൾ ഇവൻ ഏതൊക്കെ വാല്യൂസ് എക്സിനകത്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവന്റെ ഡൊമെയിൻ എന്താ? ഇവൻ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ കിട്ടി. എത്ര? -1/2 മുതൽ +1/2 വരെ പറ്റത്തുള്ളൂ. ഓക്കെ, രണ്ടു പേർക്കും കോമൺ ആയിട്ട് കൊടുക്കണം. നമുക്ക് ഒരു എക്സ് കൊടുക്കുമ്പോൾ ഇവന് മാത്രം എക്സ് ഇട്ട് കൊടുത്താൽ മതിയോ? പോരാ. ഞാൻ ഇട്ട് കൊടുക്കുന്ന എക്സ് ഇവന്റെ താണ്ട് ഇവിടെ ഇട്ട് കൊടുക്കണം, ഇവന്റെ താണ്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പം രണ്ടു പേർക്കും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന എക്സ് എവിടെ മാത്രമേ വരുന്നുള്ളൂ? നമുക്കറിയാം, ആദ്യത്തെ നോക്കിയപ്പോൾ -1നും 1നും ഇടയിലുള്ള എല്ലാ വാല്യൂസും വരാം. രണ്ടാമത്തെ നോക്കിയപ്പോൾ -1/2നും 1/2നും ഇടയിലുള്ള എല്ലാ വാല്യൂസും വരാം. ബട്ട് കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാ? ഈ വാല്യൂസ് അല്ലയോ? കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഈ വാല്യൂസ് അല്ലയോ? ആണ്. അതായത് -1/2നും +1/2നും ഇടയിലുള്ള വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്. സോ അതിന്റെ ഡൊമെയിൻ, ഈ ടോട്ടൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്തായിരിക്കും? എക്സ് എലമെന്റ് ഓഫ് -1/2 to 1/2. ഈസി അല്ലയോ? ഈസി ആയിട്ട് ചെയ്തൂടെ? ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ടോട്ടൽ ഫംഗ്ഷൻ ഡൊമെയിൻ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? -1 to 1 ഇന്റർസെക്ഷൻ -1/2 to 1/2. ഇപ്പം എന്ത് കിട്ടും? -1/2 to +1/2. ഓക്കെ, y is equal to sin inverse x plus sin inverse 2x. ഈസി ചെയ്യാൻ അതാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ. അല്ലയോ? sin inverse x ന്റെ നമുക്കറിയാം എത്ര? -1 to 1 വരെയുള്ള വാല്യൂസ്. sin inverse 2x ന്റെ വരണം. അല്ലയോ? നമുക്കറിയാം 2x ന്റെ വാല്യൂ എന്തായിരിക്കണം? -1 to 1 ആയിരിക്കണം. അല്ലയോ? -1 > 2x < 1. ഇനി നമുക്കറിയാം ദാണ്ടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടും ദാണ്ടെ 1/2നും -1/2 അല്ലെങ്കിൽ -1/2 to 1/2. ഈ വാല്യൂസ് ആണ് എക്സിന് എടുക്കാൻ പറ്റുന്നത്. സോ കോമൺ ഡൊമെയിൻ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കണം. അല്ലയോ? തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ കോമൺ ഡൊമെയിൻ. സോ എക്സ് എലമെന്റ് ഓഫ് എന്ത് പറയാം? -1/2 to 1/2. ഓക്കെ, ഈസി അല്ലയോ? ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അതാണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഇതാ നോക്കിയേ. എവിടെ എന്താ ചോദിച്ചേക്കുന്നത്? sin inverse x plus sin inverse y plus sin inverse z plus sin inverse t is equal to 2π തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തുവാ? x² plus y² plus z² plus t² കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും?
അതാണ് നോക്കിയോ, ഇതിനൊരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ ഇത് എന്ത് ചെയ്താൽ മതി, അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ചോദിക്കാറുണ്ട്. ചെയ്യേണ്ട രീതി കണ്ട് ഇത്രയേ ഉള്ളൂ, ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തനിയെ ചെയ്യാൻ പറ്റും. അതാ നോക്കിയേ, നിങ്ങൾ താണ്ട് ആലോചിക്കേണ്ടതാണ്ട് ഇത്രയും കാര്യമുള്ളൂ. സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് താണ്ട് ഇവിടെ എല്ലാം കിടക്കുന്നത്. ഒന്ന് സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് വൈ, സൈൻ ഇൻവേഴ്സ്, ആ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാം കിടക്കുന്നത് ഇല്ലയോ. താണ്ട് ഇത്ര നിങ്ങൾ ആലോചിക്കുക. ഈ സൈൻ ഇൻവേഴ്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഏതൊക്കെയാ? സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് എന്ന് പറയുന്ന സാധനം അല്ലേ. സൈൻ ഇൻവേഴ്സ് സെറ്റ്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ ഏതാ? -π/2 അല്ലയോ. നമുക്കറിയാം ഏറ്റവും മിനിമം സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താ, ശരിക്കും പറഞ്ഞാൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, y = സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് സെറ്റ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഔട്ട്പുട്ട് അല്ലയോ. ആ ഔട്ട്പുട്ടിന്റെ റേഞ്ച് അല്ലെങ്കിൽ ആ റേഞ്ച് നമുക്കറിയാം. ആ ഔട്ട്പുട്ടിന്റെ റേഞ്ച് നമുക്കറിയാം എത്ര, -π/2 to +π/2. സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ റേഞ്ച് അതല്ലയോ, -π/2 to +π/2. അതായത് നമ്മുടെ ഔട്ട്പുട്ട്, അതായത് സൈൻ ഇൻവേഴ്സ് സെറ്റ്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതിനും ഇടയ്ക്കാ, -π/2 +π/2 ഇടയില്ല. ഇനി അതിന്റെ ഡൊമൈൻ, അതായത് എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് അതെവിടാ, -1 1 ഇടയില്ല. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാലോ, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് എന്ന് പറയുന്ന ടോട്ടൽ ആ ഫംഗ്ഷന് വരാൻ പറ്റുന്ന വാല്യൂസ്, അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് എത്താ, -π/2 to +π/2. ഇതിലെ ഏറ്റവും മിനിമം വാല്യൂവും മാക്സിമം വാല്യൂ, ഈ രണ്ടാൾക്കാരെയാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങൾ താണ്ട ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക, മിനിമം വാല്യൂ എടുത്തിട്ട് കൊടുക്കുക. മിനിമം വാല്യൂ ഇട്ട് കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ മിനിമം വാല്യൂ എന്തുവാ, -π/2. ഇവന്റെ മിനിമം വാല്യൂ എന്തുവാ, അതും -π/2. ഇവന്റെ മിനിമം വാല്യൂ എന്താ, അതും സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലയോ, അതിന്റെ മിനിമം വാല്യൂ എന്താ, -π/2. ഇവന്റെ മിനിമം വാല്യൂ എന്താ, അതും -π/2. ഓക്കെ, ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -π/2 -π/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ -π കിട്ടും. ഇതും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു -π, അതായത് -π + -π -2π കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷനകത്ത് വന്നേക്കുന്നത് എന്തല്ല, മിനിമം വാല്യൂ അല്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഇട്ട് കൊടുത്തത്. ഓക്കെ, അതായത് π/2 +π/2 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 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, നമുക്കറിയാം ഇത് രണ്ടും കൂടെ π, ഇത് രണ്ടും കൂടെ π + π 2π. സോ നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വാല്യൂ ആരാ, നമ്മുടെ മാക്സിമം വാല്യൂവിനെ നമുക്ക് ഉപയോഗിക്കാം അല്ലയോ, π/2 ഉപയോഗിക്കാം. അങ്ങനെ ഏതാ നോക്കിയേ, π/2 സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, π/2 ആണെന്ന് മനസ്സിലായി അല്ലയോ. നമുക്ക് അങ്ങനെ വിചാരിക്കാം, സൈൻ ഇൻവേഴ്സ് സെറ്റ്സ് എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, π/2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ, sin π/2. sin π/2 = x എന്ന് കിട്ടും അല്ലയോ. സൈൻ ഇൻവേഴ്സിനെ അപ്പുറത്തോട്ട് ചാടിച്ചു, അല്ലെങ്കിൽ രണ്ട് സൈഡിലും എന്ത് ചെയ്തു, സൈൻ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എടുത്തു. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. h = എന്തെന്ന് എഴുതാം, sin π/2 എന്ന് എഴുതാം. അതായത് sin 90 എത്ര, 1. സോ h = എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ y കണ്ടുപിടിച്ചാലും 1 കിട്ടും, z കണ്ടുപിടിച്ചാലും 1 കിട്ടും, t കണ്ടുപിടിച്ചാലും 1 കിട്ടും അല്ലയോ. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എന്താ, 1² പ്ലസ് അല്ലയോ, x1 y-യും 1 1², z-ഉം 1 1², t-യും 1 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടും, 1 2 3 4. നമുക്ക് എന്ത് കിട്ടും, 4 എന്ന ആൻസർ കിട്ടും അല്ലയോ. സോ h² + y² + z² + t² = എന്തായിരിക്കും ആൻസർ, 4 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലയോ. ഓക്കെ, സിമ്പിൾ കണക്ക്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള കണക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലയോ. അതുകൊണ്ട് ഒരു കണക്ക് കൂടെ നോക്കുക, ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. sin inverse x the whole square plus sin inverse y the whole square plus sin inverse z the whole square is equal to 3/4 π². ഓക്കെ, 3/4 π². ഇനി ഇവിടെ നോക്കാം, നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന സാധനം എന്താ, -π/2 മുതൽ +π/2 വരെ അല്ലയോ, +π/2 വരെ കണ്ടുപിടിക്കേണ്ട x² + y² + z². നമ്മൾ മിനിമം കണ്ടീഷൻ ഉപയോഗിക്കാം. മിനിമം കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റിന് മിനിമം കണ്ടീഷൻ ഉപയോഗിച്ചാലും മാക്സിമം കണ്ടീഷൻ ഉപയോഗിച്ചാലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അതാ നോക്കിയാൽ മിനിമം കണ്ടീഷൻ ഉപയോഗിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ, -π/2 മിനിമം ഉപയോഗിക്കുന്നത് വിചാരിക്കുക. -π/2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, π²/4 എന്ന് കിട്ടും. പ്ലസ് ഇവിടെയും മൈനസ്, മിനിമം ആയാലും മാക്സിമം ആയാലും ഏത് ഉപയോഗിച്ചാലും ഇത് എന്ത് കിട്ടും, π²/4. ഇത് എന്ത് കിട്ടും, π²/4 അല്ലയോ. -π/2 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, π²/4. ഇനി മാക്സിമം വാല്യൂ ഉപയോഗിക്കുന്നെങ്കിലും എന്ത് കിട്ടും, π²/4. ഇപ്പോൾ ഏത് ഉപയോഗിച്ചാലും ശരിക്കും പറഞ്ഞാൽ എന്തില്ല, കുഴപ്പമില്ല. ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും, π²/4. എത്ര എണ്ണം, 3 എണ്ണം. സോ നമുക്ക് പറയാം 3π²/4. ഓക്കെ, അപ്പോൾ ശരിയാ, നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ഇതിൻ്റെ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെയായി നമുക്ക് പറയാം സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ, സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ,
മിനിമം എടുത്തെന്ന് വിചാരിക്കുക π/2 ആയിരുന്നു വിചാരിക്കുക, സോറി മാക്സിമം എടുത്തെന്ന് വിചാരിക്കുക എന്താ π/2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എച്ച് ഈക്വൽ ടു എന്ത് കിട്ടും sin 90 അല്ലെങ്കിൽ അതെന്താ 1. ഇനി മിനിമം വാല്യൂ എടുത്താലും ഇത് തന്നെ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -π/2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -π/2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു എന്താ എക്സ് ഈക്വൽ ടു എന്ത് വരും, എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. എക്സ് ഈക്വൽ ടു -1 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഈ ഇക്വേഷനകത്ത് എക്സിനും വൈക്കും ഇസഡിനും +1 ഇട്ട് കൊടുത്താലും -1 ഇട്ട് കൊടുത്താലും എന്ത് ചെയ്യും, സെയിം ആൻസറേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. +1 ഇട്ടാലും -1 ഇട്ടാലും എന്ത് വരത്തുള്ളൂ, സെയിം ആൻസറേ വരത്തുള്ളൂ. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ എത്ര, 3. ഇതിന്റെ ആൻസർ എത്ര, 3. ഈസിയല്ലേ ചെയ്യാൻ, ഈസിയാ ചെയ്യാൻ. ഓക്കെ ഓക്കെ, സോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. നോക്കിയേ ഈ പ്രോബ്ലം നോക്കിയേ. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് ഇസഡ് ഈസ് ഈക്വൽ ടു 3π. സൈനിൽ നിന്ന് വിട്ട് നമ്മൾ കോസ് ഇൻവേഴ്സിലോട്ട് വന്നു. നോക്കിയേ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസ് ഇൻവേഴ്സിന്റെ ആ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം മാക്സിമം വാല്യൂസ് ഏതൊക്കെയാ, കോസ് ഇൻവേഴ്സ് എക്സിന്റെ മിനിമം വാല്യൂ എത്ര, 0യും മാക്സിമം വാല്യൂ എത്ര, π അല്ലയോ. അല്ലെങ്കിൽ അതിന്റെ റേഞ്ച്, കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ, 0 to π. ഏറ്റവും മിനിമം വാല്യൂ എടുക്കുക, മിനിമം വാല്യൂ നോക്കുക. നമുക്ക് മിനിമം വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ 0 + 0 + 0 ഈസ് ഈക്വൽ ടു 3π കിട്ടുമോ, കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഏതല്ല, മിനിമം വാല്യൂ അല്ല. അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ എടുത്തു നോക്ക്, കോസ് π കൊടുത്തു നോക്ക്. π കൊടുക്കുമ്പോൾ π + π ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നുണ്ട്, 3π കിട്ടുന്നുണ്ട് അല്ലയോ. ശരിയാ. സോ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ അല്ലെങ്കിൽ ഇവിടെ എടുക്കേണ്ട വാല്യൂ ഏതാ, മാക്സിമം വാല്യൂ ആയ π. ഓക്കെ ആണോ, ഓക്കെ. അങ്ങനെ നമുക്ക് മനസ്സിലായി കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, π ആണെന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കോസ് π എന്ത് കിട്ടും, കോസ് π ഈസ് ഈക്വൽ ടു -1 കിട്ടും അല്ലയോ. കോസ് π എന്താ കിട്ടുന്നത് നമുക്ക്, -1 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ കോസ് π അല്ലേ, അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടും, കോസ് π എന്ന് കിട്ടും. ആ വാല്യൂ എന്താ, എക്സിന്റെ വാല്യൂ എന്താ, -1 കിട്ടും. എക്സ് -1 ആണെങ്കിൽ ഇതേപോലെ ഇവിടെ y കണ്ടുപിടിക്കുമ്പോൾ y എന്ത് കിട്ടും, -1, ഇസഡും എന്ത് കിട്ടും, -1 കിട്ടും. സോ എക്സും വൈയും ഇസഡും എന്താണെന്ന് മനസ്സിലായി, -1 ആണെന്ന് മനസ്സിലായില്ലയോ. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്ത്, മാക്സിമം വാല്യൂ കൊടുത്തില്ലയോ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ π. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, കോസ് π. കോസ് π ഈസ് ഈക്വൽ ടു എന്താ, -1. കോസ് πയുടെ വാല്യൂ എന്താ, -1 നമുക്കറിയാം അല്ലയോ. സോ ഇതേപോലെ സിമിലർ ആയിട്ട് നമുക്ക് ഇതിന്റെ എടുക്കുമ്പോൾ വൈയും ഇസഡും എന്ത് തന്നെ കിട്ടും, -1 തന്നെ കിട്ടും. സോ നമുക്ക് മനസ്സിലായി എക്സും വൈയും ഇസഡും എന്താണെന്ന് മനസ്സിലായി, -1 ആണെന്ന് മനസ്സിലായി. ഇനി എളുപ്പം ഇത് ചെയ്യാൻ. അതാ നോക്കിയേ, ഫസ്റ്റ് കണക്ക് എങ്ങനെ ചെയ്യാം, -1 × -1 അതെന്തോ ആവും, +1 ആവും. പ്ലസ് ഇതും -1 × -1 എന്താവും, 1. പ്ലസ് ഇതും -1 × -1 എന്താവും, 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, 1 + 1 + 1 3 എന്ന് കിട്ടും. ഈസി അല്ലയോ, ഈസിയാ. ഇത് നോക്കിയേ, ഇവിടെ -1 × -1 + -1 -2. -2 × -1 എന്താവും, +2 ആവും. പ്ലസ് ഇവിടെ -1 ഉം -1 ചെയ്യുമ്പം -1 -1 -2 ആവും. -2 × ഒരു -1 ഉണ്ടല്ലോ, -1 × ഒരു -2. സോ എന്ത് കിട്ടും, അതും +2 ആവും. ഇതും എന്താവും, ഇതും +2 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആൻസർ 2 × 4 = 6. 6. ഈസിയല്ലേ ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ NCERT 2.1 എക്സസൈസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന ടൈപ്പ് കുറച്ച് നല്ല ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലയോ. ഡൊമൈൻ കണ്ടുപിടിക്കാനും അതേപോലെ റേഞ്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരു ഫസ്റ്റ് സെക്ഷൻ, നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് വരുന്ന എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ happy learning, bye.